Good morning. Good morning, ma'am. Good morning, miss. Good morning, miss. Okay, നമ്മുടെ ക്ലാസ്സിലെ റെസ്പോൺസിബിലിറ്റി ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എവിടെ വരെ എടുത്ത് നിർത്തി? മെഡിക്കൽ സെക്രട്ടറിയുടെ ജോബ് സമ്മറി അല്ലേ പറഞ്ഞുകൊണ്ടിരുന്നേ? അതെ. ഓക്കെ, കംപ്ലീറ്റ് ആയിരുന്നോ? 10 പോയിന്റ്സ് അല്ലേ മിസ് പറഞ്ഞേ? 10 പോയിന്റ്സ് പറഞ്ഞു അല്ലേ? ഓക്കെ, ശരി. ഓക്കെ, അപ്പൊ നമ്മള് ജോബ് സമ്മറി ഓഫ് മെഡിക്കൽ സെക്രട്ടറി, ഒരു മെഡിക്കൽ സെക്രട്ടറിയുടെ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, അവരുടെ പ്രധാനപ്പെട്ട ചുമതലകളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരു മെഡിക്കൽ സെക്രട്ടറി എന്താണ്? വിൽ എക്സിക്യൂട്ട് സെക്രട്ടേറിയൽ ഡ്യൂട്ടീസ് അല്ലെ? അതായത് സ്പെസിഫിക് നോളജ് എന്തിലൊക്കെ ഉണ്ടായിരിക്കണം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് മെഡിക്കൽ ടെർമിനോളജിയിൽ. അതുപോലെ ഹോസ്പിറ്റൽ, ക്ലിനിക്, ലബോറട്ടറി പ്രൊസീജിയറുകളിലും നല്ലൊരു സ്പെസിഫിക് നോളജ് ഒരു മെഡിക്കൽ സെക്രട്ടറിക്ക് വേണം എന്ന് പറഞ്ഞിരുന്നു അല്ലെ? ഇനി അവരുടെ പ്രധാനപ്പെട്ട ഡ്യൂട്ടീസ് നമ്മൾ കുറച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് ജസ്റ്റ് ഒന്ന് റിവ്യൂ ചെയ്യാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് പറഞ്ഞിട്ട് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാം കേട്ടോ. നോട്ട്സ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇത് ക്ലിയർ ആണോ? ഇപ്പൊ മിസ് ഇട്ടിരിക്കുന്ന പേജ് ഇല്ല അല്ലെ? ഓക്കെ, 1 മിനിറ്റ്. ഇപ്പൊ ക്ലിയർ ആണോ? ഓക്കെ, ശരി. അപ്പൊ നമ്മള് ഒരു മെഡിക്കൽ സെക്രട്ടറിയുടെ ജോബ് റെസ്പോൺസിബിലിറ്റി ആണ് പറഞ്ഞത്. അതിൽ കുറച്ച് പോയിന്റ്സ് പറഞ്ഞിരുന്നു അല്ലെ? ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു പറഞ്ഞേ? ഒരു ഫിസിഷ്യനുമായി ബന്ധപ്പെട്ട് ഒരു പേഷ്യന്റ് വരുമ്പോൾ അവർ കൃത്യമായിട്ട് ഏത് ഡോക്ടറിനാണോ കൺസൾട്ട് ചെയ്യുന്നത് അവര് കൃത്യമായിട്ട് അത് ആ പേഷ്യന്റ് തന്നെയല്ലേ എന്ന് സ്ക്രീൻ ചെയ്യുന്നു. അങ്ങനെ അവരുടെ ഷെഡ്യൂൾ അനുസരിച്ച് കൃത്യമായിട്ട് പേഷ്യൻസിനെ റിസീവ് ചെയ്യുന്നു. അതുപോലെ അനൗൺസിങ് ഷെഡ്യൂൾഡ് പേഷ്യൻസ് ആൻഡ് വിസിറ്റേഴ്സ്, വരുന്ന പേഷ്യൻസിനെയും വിസിറ്റേഴ്സിനെയും കൃത്യമായിട്ട് ഇന്ന ഡോക്ടേഴ്സിന്റെ അടുത്തേക്ക് അനൗൺസ് ചെയ്ത് അവരെ റിസീവ് ചെയ്ത് കൊണ്ടുപോകുന്നത്, സ്ക്രീൻ ചെയ്ത് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ഒരു മെഡിക്കൽ സെക്രട്ടറി സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഫിസിഷ്യന്റെ ഡെയിലി വർക്കുകളിൽ, ദിവസേനയുള്ള ജോലികളിൽ ഇവര് സഹായം നൽകുന്നുണ്ട്. അതുപോലെ തന്നെ പേഷ്യൻസിന്റെ റെക്കോർഡുകൾ കൃത്യമായിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത് നൽകുന്നുണ്ട്. അതുപോലെ ഫിസിഷ്യൻസിന്റെ പ്രൊഡക്ടിവിറ്റി എൻഷുവർ ചെയ്യാൻ, ഉറപ്പുവരുത്താൻ വേണ്ടി കൃത്യമായിട്ടുള്ള കലണ്ടറുകൾ അവരുമായി ബന്ധപ്പെട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതുപോലെ അവര് നൽകുന്ന ഓരോ പ്രിസ്ക്രിപ്ഷൻസും അല്ലെങ്കിൽ അവർ നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി ഇന്റർപ്രിറ്റ് ചെയ്യാനും അത് കൃത്യമായിട്ട് അതിനനുസരിച്ചുള്ള മെഡിക്കൽ റിപ്പോർട്ടുകൾ തയ്യാറാക്കാനും സമ്മറികൾ ക്രിയേറ്റ് ചെയ്യാനൊക്കെയുള്ള ഇൻഫർമേഷൻസ് നൽകുന്നുണ്ട്. അതോടൊപ്പം അവരുടെ വരുന്ന പേഷ്യൻസിന്റെ മെഡിക്കൽ ഹിസ്റ്ററി തയ്യാറാക്കുന്നതിന് വേണ്ടി അവർക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന ആ ഒരു പ്രോഗ്രസ് എത്രത്തോളമാണ്, ആ ഒരു പുരോഗതിയുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള ഫയലിംഗ് സിസ്റ്റവും റിട്രീവ് സിസ്റ്റവും ഒക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നതിനായിട്ട് ആവശ്യമായ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ വരുന്ന ഓരോ പേഷ്യൻസിന്റെയും ഇൻഫർമേഷൻസ് സീക്രട്ട് ആയിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടി അല്ലെ, വളരെ പ്രൈവറ്റ് ആയിട്ടും അതുപോലെ കോൺഫിഡൻഷ്യാലിറ്റിയും പ്രൊട്ടക്ഷനും ഒക്കെ സെക്യൂരിറ്റി ഒക്കെ കൊടുത്തുകൊണ്ട് അവരുടെ ഇൻഫർമേഷൻസ് നല്ല രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യുമ്പോൾ അതിലൂടെ ആ വരുന്ന പേഷ്യൻസിന്റെ കോൺഫിഡൻസ് നമുക്ക് നിലനിർത്താൻ സാധിക്കും. അതിനു വേണ്ടി ഇതിന് സഹായിക്കുന്നുണ്ട്. അതുപോലെ ഓഫീസ് സപ്ലൈസ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടുള്ള ഇൻവെന്ററീസ്
സാധനങ്ങളൊക്കെ കറക്റ്റ് ആയിട്ടുണ്ടോ, എന്തെങ്കിലും സ്റ്റോക്ക് ഒക്കെ അവൈലബിൾ ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുക. ഇത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. അതുപോലെ തന്നെ എന്താണ് ഓഫീസ് എക്യുപ്മെന്റുകൾ ഒരു ഓപ്പറേഷണൽ കണ്ടീഷനിലാണോ അല്ലെ, പ്രവർത്തിക്കുന്ന രീതിയിൽ തന്നെയാണോ, കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കൃത്യമായ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ അത് നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക. അതുപോലെ മെയിൻറ്റെയിൻ ക്വാളിറ്റി റിസൾട്ട് ബൈ ഫോളോയിങ് ആൻഡ് എൻഫോഴ്സിംഗ് സ്റ്റാൻഡേർഡ്സ്. കൃത്യമായിട്ടുള്ള പാലിക്കേണ്ടതായിട്ടുള്ള എൻഫോഴ്സിംഗ് നമ്മൾ നടപ്പിലാക്കിയിട്ടുള്ള മാനദണ്ഡങ്ങൾ കൃത്യമായിട്ട് പാലിച്ചുകൊണ്ട് എല്ലാ വാക്കുകളിലും ആ ഒരു ക്വാളിറ്റി കൃത്യമായി നിലനിർത്തുകയും ചെയ്യുക. ഇത്രയും നമ്മൾ നെക്സ്റ്റ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതായിരുന്നു അല്ലെ, ഇത്രയും പോയിന്റ്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതല്ലേ. ഓക്കെ, then next serves and protect the healthcare community by sticking professional standards. ഇനി അടുത്തൊരു പോയിന്റിൽ പറയുന്നത് സെർവ്സ് ആൻഡ് പ്രൊട്ടക്ട് ദ ഹെൽത്ത് കെയർ കമ്മ്യൂണിറ്റി. ഒരു ഹെൽത്ത് കെയർ കമ്മ്യൂണിറ്റിയിലെ സേവിക്കുക, അവരെ സംരക്ഷിക്കുക. ബൈ സ്റ്റിക്കിംഗ് പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്, അതായത് അവർ ഓരോരുത്തരുടെയും പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട് അല്ലെ, ആ ഒരു പ്രൊഫഷണൽ സ്റ്റാൻഡേർഡിൽ നിന്നുകൊണ്ട് ഇവരെന്ത് ചെയ്യണം, ആ ഒരു ഹെൽത്ത് കെയർ കമ്മ്യൂണിറ്റിയെ ആവശ്യമായ രീതിയിൽ അവർക്ക് ആവശ്യമായ സർവീസുകൾ അല്ലെങ്കിൽ സേവനങ്ങൾ കൊടുക്കുക, അവരെ കൃത്യമായിട്ട് അവരുടെ ഒരു സംരക്ഷണവും നേതൃത്വം നൽകുക. Then update job knowledge by participating in educational opportunities like reading professional publications. ഇനി എന്താണ് എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടും, അപ്പൊ അതിലൊക്കെ നമ്മുടെ പങ്കാളികളാവുക. ഇവരെന്ത് ചെയ്യുക, ആ ഓപ്പർച്യൂണിറ്റിയൊക്കെ അവസരങ്ങളൊക്കെ വിനിയോഗിക്കുകയും അതിലൂടെ അവരുടെ ഒരു അപ്ഡേറ്റ് ജോബ് നോളജ്, അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട അറിവ് എന്ത് ചെയ്യുക, കുറച്ചും കൂടി അപ് ടു ഡേറ്റ് ആയിട്ട് നിലനിർത്താൻ സഹായിക്കും. ലൈക്ക് റീഡിങ് പ്രൊഫഷണൽ പബ്ലിക്കേഷൻസ്, പ്രൊഫഷണൽ പബ്ലിക്കേഷൻസിന്റെ ബുക്സ് കാര്യങ്ങൾ റീഡ് ചെയ്യുക. മറ്റെന്തെങ്കിലും പ്രൊഫഷണൽ പരമായിട്ടുള്ള എഡ്യൂക്കേഷണൽ അവസരങ്ങളോ കാര്യങ്ങളോ ഒക്കെ കിട്ടുമ്പോൾ അതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും അവരുടെ ജോബുമായി ബന്ധപ്പെട്ട നോളജ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. Then keeps medical records, technical library and correspondence files. അതുപോലെ തന്നെ മെഡിക്കൽ റെക്കോർഡുകൾ കൃത്യമായിട്ട് സൂക്ഷിക്കാനായിട്ട് ഇവർക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതുപോലെ ടെക്നിക്കൽ ലൈബ്രറിയുമായി ബന്ധപ്പെട്ടും അതുപോലെ കറസ്പോണ്ടന്റ് ഫയൽസ്, ഇപ്പൊ നമ്മുടെ ഒത്തിരി കത്തിടപാടുകളുമായി ബന്ധപ്പെട്ട അതുമായി അനുബന്ധമായിട്ടുള്ള കുറേയധികം ഫയലുകൾ കാര്യങ്ങളൊക്കെ സൂക്ഷിക്കേണ്ടതായിട്ട് വരും. അതെല്ലാം കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഇവരൊരു മേൽനോട്ടം വഹിക്കണം. അതുപോലെ പെർഫോം ഡിഫറെന്റ് ക്ലറിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷൻസ് അണ്ടർ സൂപ്പർവിഷൻ ഓഫ് ഫിസിഷ്യൻ. ഒരു ഫിസിഷ്യന്റെ സൂപ്പർവിഷനിൽ അല്ലെങ്കിൽ ഒരു മേൽനോട്ടത്തില് ക്ലറിക്കൽ പരമായിട്ടും അഡ്മിനിസ്ട്രേറ്റീവ് പരമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഫംഗ്ഷൻസ് ആര് പെർഫോം ചെയ്യേണ്ടതായിട്ടുണ്ട്, ഈ പറയുന്ന ഒരു മെഡിക്കൽ സെക്രട്ടറി പെർഫോം ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്, സെർവ്സ് ആൻഡ് പ്രൊട്ടക്ട് ദ ഹെൽത്ത് കെയർ കമ്മ്യൂണിറ്റി ബൈ സ്റ്റിക്കിംഗ് പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്. അവരുടെ ആ ഒരു പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ആ ഒരു പ്രൊഫഷണൽ പരമായിട്ടുള്ള ഒരു നിലവാരം കീപ്പ് ചെയ്തുകൊണ്ട് ആ ഒരു ഹെൽത്ത് കെയർ കമ്മ്യൂണിറ്റിയെ സേവിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക. രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത് ആവശ്യം അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട് അവർ എല്ലാ എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ അവസരങ്ങളിലും പങ്കാളികളാവുകയും അതിലൂടെ ഇതിനൊരു എക്സാമ്പിൾ ആണ് റീഡിംഗ് പ്രൊഫഷണൽ ആയിട്ടുള്ള പബ്ലിക്കേഷൻസ് കാര്യങ്ങളൊക്കെ വായിക്കുക എന്ന് പറയുന്നത്. അതല്ലാതെ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് കിട്ടും, അപ്പൊ അതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട ആ നോളജ് എന്ത് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്ത് സൂക്ഷിക്കുക. നെക്സ്റ്റ് പറയുന്നത് കീപ്സ് മെഡിക്കൽ റെക്കോർഡ്സ്, ടെക്നിക്കൽ ലൈബ്രറി ആൻഡ് കറസ്പോണ്ടന്റ് ഫയൽസ്. മെഡിക്കൽ റെക്കോർഡുകൾ കൃത്യമായിട്ട് സൂക്ഷിക്കുക, ടെക്നിക്കൽ ലൈബ്രറി ആയിക്കോട്ടെ, കറസ്പോണ്ടന്റ് കത്തിടപാടുകളുമായി ബന്ധപ്പെട്ട ഒരുപാട് ഫയലുകൾ ഹോസ്പിറ്റലിൽ സൂക്ഷിക്കാറുണ്ട്. അപ്പൊ അതെല്ലാം കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് മേൽനോട്ടം വയ്ക്കുക. ലാസ്റ്റ് പറഞ്ഞത് ഒരു ഫിസിഷ്യന്റെ മേൽനോട്ടത്തില് നേതൃത്വത്തില് ആവശ്യമായിട്ടുള്ള ക്ലറിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷൻസ്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്ലറിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷൻസ് പെർഫോം ചെയ്യാനും ഇവർക്ക് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കും. വേഗം ഒന്ന് വായിച്ചു നോക്കി. ഒരു മെഡിക്കൽ സെക്രട്ടറിയുടെ ജോബ് സമ്മറി. ഇതില് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മിസ് ഒന്ന് പറഞ്ഞു തരാം കേട്ടോ. അപ്പൊ ഇതില് ഫസ്റ്റ് പോയിന്റ് ഇല്ലേ, medical secretary will execute secretarial duties using specific knowledge of medical terminology. അത് ആ ഒരു ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണേ. അതുപോലെ തന്നെ അതിലെ ഡ്യൂട്ടീസിലെ ഫസ്റ്റ് സെന്റൻസ് കണ്ടോ, represent physicians by screening, help with scheduling, receiving and announcing scheduled patients and visitors. പ്രീവിയസ്ലി ചോദിച്ചു കണ്ടിരിക്കുന്ന ഭാഗങ്ങളാണ് കേട്ടോ, ബാക്കിയൊന്നും പഠിക്കേണ്ടെന്നല്ല, ഈ ഒരു ഭാഗവും ചോദിച്ചു കണ്ടിരിക്കുന്നത് കൊണ്ട് മിസ് പറയുന്നതാണ്.
അതുപോലെ തന്നെ അടുത്തതായിട്ട് ചോദിച്ചിട്ടുണ്ട് പ്രൊസീജിയേഴ്സ് ഇൻഫോം ബൈ ഇന്റർപ്രറ്റിംഗ് ഡിക്റ്റേഷൻ പ്രിപ്പയറിംഗ് മെഡിക്കൽ റിപ്പോർട്ട്സ് ആൻഡ് ക്രിയേറ്റിംഗ് സമ്മറീസ്. ഇതൊക്കെ ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ് എന്ന രീതിയിലാണോ ചോദിക്കുന്നത്? ഓക്കെ, ബാക്കിയൊക്കെ നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചു. പിന്നെ ഓൾ ഓഫ് ദ എബോവ് ചോദിക്കാം കേട്ടോ. ഇൻക്ലൂഡഡ് ആയത് ഇത് അല്ലെങ്കിൽ ഇൻക്ലൂഡഡ് അല്ലാത്തത് ഇത് എന്ന രീതിയിലും ചോദ്യം വരാം കേട്ടോ. വായിച്ച് കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യണേ. ഓക്കെ, ക്ലിയർ ആണോ? ശരി, നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാം. ഓക്കെ, നെക്സ്റ്റ് ജോബ് സമ്മറി ഓഫ് ആൻ OPD അല്ലെങ്കിൽ ഒരു ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എക്സിക്യൂട്ടീവിന്റെ ജോബ് സമ്മറിയാണ് കേട്ടോ പറയുന്നത്. Okay, okay. The OPD executive plays an important role in supervising the operations of the outpatient department in a hospital. Underline ചെയ്തിട്ട് sentence ഒരു OPD executive അല്ലെങ്കിൽ ഒരു outpatient department executive-ന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ആണ് പറയുന്നത്. ഇമ്പോർട്ടന്റ് റോൾ ഇൻ സൂപ്പർവൈസിംഗ് ദ ഓപ്പറേഷൻസ് ഓഫ് ദ ഔട്ട്പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ഇൻ എ ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലിലെ ഔട്ട്പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലെ പ്രവർത്തനങ്ങളെ സൂപ്പർവൈസ് ചെയ്യുക അല്ലെങ്കിൽ മേൽനോട്ടം വഹിക്കുകയാണ് ഒരു OPD എക്സിക്യൂട്ടീവിന്റെ പ്രധാന റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ അവർ ചെയ്യേണ്ട പ്രധാന റോൾ എന്ന് പറയുന്നത്. ഇനി അവരുടെ പ്രധാനപ്പെട്ട കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് ആണ് താഴെ പറയുന്നവ. ആ ഒരു ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിരുന്നു കേട്ടോ. ഇനി അവരുടെ പ്രധാനപ്പെട്ട മറ്റു റെസ്പോൺസിബിലിറ്റീസ് ആണ് താഴെ പറയുന്ന ഓരോന്നും. ഇതിൽ ഇതുപോലെ തന്നെ ഇൻക്ലൂഡഡ് ആയത് അല്ലെങ്കിൽ ഇൻക്ലൂഡഡ് അല്ലാത്തത് ഏത് എന്ന രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക കേട്ടോ. ഒരുപാട് കുറച്ച് അധികം പോയിന്റ്സ് ഉണ്ട്, ഒന്ന് നോക്കാം കേട്ടോ. ഓക്കെ, ഫസ്റ്റ് വൺ ആണ് മാനേജ് ദ OPD സ്റ്റാഫ് റൂം. ഒരു OPD ഡിപ്പാർട്ട്മെന്റിനെ സൂപ്പർവൈസ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ അവിടെയുള്ള ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലെ ജീവനക്കാരെ കൃത്യമായിട്ട് മാനേജ് ചെയ്യാനായിട്ടുള്ളൊരു ചുമതല ഈ പറയുന്ന OPD എക്സിക്യൂട്ടീവിനുണ്ടാവും. രണ്ടാമത് മെയിൻറ്റെയിൻ എക്സാക്ട് പേഷ്യന്റ് റെക്കോർഡ്സ്. ഒരു ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്ന പേഷ്യന്റ് റെക്കോർഡ്സ് വളരെ എക്സാക്ട് ആയിട്ട് അല്ലെങ്കിൽ കൃത്യമായിട്ട് നിലനിർത്തുക. മൂന്നാമത്തത് ഷെഡ്യൂളിംഗ് അപ്പോയിന്റ്മെന്റ്സ്. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടുള്ള അപ്പോയിന്റ്മെന്റുകൾ ഷെഡ്യൂൾ ചെയ്യാൻ സഹായിക്കുക അല്ലെങ്കിൽ സൂപ്പർവൈസ് ചെയ്യുക. ദെൻ ഫോർത്ത് വൺ ആണ് കോർഡിനേറ്റിംഗ് വിത്ത് അതർ ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി മറ്റുള്ള ഇതിലൊക്കെ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. കോർഡിനേറ്റിംഗ് വിത്ത് അതർ ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ് അല്ലെ, മറ്റ് ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുക. Then fifth one ആണ് ensuring patient satisfaction. വരുന്ന ഓരോ പേഷ്യൻസിന്റെയും ഏത് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുന്ന ഒരു OPD ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുന്ന ഒരു ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുന്ന ഓരോ പേഷ്യൻസിന്റെയും സംതൃപ്തി എന്ത് ചെയ്യുക, ഉറപ്പുവരുത്തുകയും ചെയ്യുക. ആദ്യത്തെ അഞ്ച് പോയിന്റ് വെച്ച് നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ് എന്താ പറഞ്ഞത്, ഒരു OPD ഡിപ്പാർട്ട്മെന്റിലെ ജീവനക്കാരെ കൃത്യമായിട്ട് മാനേജ് ചെയ്യുന്നത് ആരുടെ ചുമതലയാണ്, ഒരു OPD എക്സിക്യൂട്ടീവിന്റെ ചുമതലയാണ്. രണ്ടാമത്തത് മെയിൻറ്റെയിനിങ് എക്സാക്ട് പേഷ്യന്റ് റെക്കോർഡ്സ്. ഒരു OPD ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായിട്ടുള്ള പേഷ്യൻസിന്റെ കൃത്യമായിട്ടുള്ള പേഷ്യന്റ് റെക്കോർഡ് നിലനിർത്തുക. മൂന്നാമത്തത് അപ്പോയിന്റ്മെന്റുകൾ ഷെഡ്യൂൾ ചെയ്യാനായിട്ട് സഹായിക്കുകയും അതിനെ മേൽനോട്ടം വഹിക്കുകയും ചെയ്യുക. നാലാമത്തത് പറയുന്നത് മറ്റു ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുക. അഞ്ചാമത് പറഞ്ഞത് വരുന്ന ഓരോ പേഷ്യൻസിന്റെയും സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ സംതൃപ്തി ഉറപ്പുവരുത്തുക. ക്ലിയർ ആണോ? ഫിഫ്ത് പോയിന്റ് വരെയും ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് സിക്സ്ത് വൺ ആണ് മാനേജിംഗ് ദ ഡിപ്പാർട്ട്മെന്റ് ബഡ്ജറ്റ്.
ഇപ്പൊ OPD ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട ബഡ്ജറ്റുകൾ ഉണ്ടാവും അല്ലെ, ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ബഡ്ജറ്റുകൾ തയ്യാറാക്കുമ്പോൾ അതിനെ കൃത്യമായിട്ട് മാനേജ് ചെയ്യുക. Then seventh point ല് developing and implementing policy and procedures. ഒരു OPD ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട പോളിസികൾ, നയങ്ങളും നടപടിക്രമങ്ങളും ഒക്കെ വികസിപ്പിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുക. Then next point, ensuring the smooth functioning of the OPD area. ഒരു ഔട്ട്പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ഏരിയയിലെ പ്രവർത്തനങ്ങളെല്ലാം വളരെ സുഗമമായി കടന്നു പോകുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. Then ninth point ൽ പറയുന്നത് supervising appointment scheduling for different consultants. ഒരു OPD ഏരിയയിൽ വരുമ്പോൾ ഒരുപാട് ഡോക്ടേഴ്സ് കൺസൾട്ടന്റ് ആയിട്ടുണ്ടാവും അല്ലെ, ഒരു ഡിപ്പാർട്ട്മെന്റിലാണ് മാത്രമായിരിക്കണമെന്നില്ലല്ലോ, ഒത്തിരി പേരുണ്ടാവും അല്ലെ. അങ്ങനെ ഡിഫറെന്റ് കൺസൾട്ടൻസ് ഉണ്ടെങ്കിൽ അവർക്ക് അതിനനുസരിച്ച് കൃത്യമായിട്ടുള്ള അപ്പോയിന്റ്മെന്റുകൾ ഷെഡ്യൂൾ ചെയ്ത് നൽകുന്നതിനെ മേൽനോട്ടം വഹിക്കുക. 10th one ആണ് ചെക്കിംഗ് ദ ഡോക്ടേഴ്സ് വർക്കിംഗ് കണ്ടീഷൻ. അപ്പൊ ഏതൊക്കെ ഡോക്ടേഴ്സ് ആണ് ഓരോ ദിവസവും പ്രവർത്തനമായിട്ട് അവർ ഉണ്ടായിരിക്കുക. ചില ഡോക്ടേഴ്സ് ചിലപ്പോൾ മോർണിംഗ് ഷിഫ്റ്റിലായിരിക്കും ഉണ്ടായിരിക്കുക, ചിലവര് ഈവനിങ് ഷിഫ്റ്റിലായിരിക്കും ഉണ്ടായിരിക്കുക അല്ലെ. ചിലർക്ക് അന്നത്തെ ദിവസം ചിലപ്പോൾ വേറെ ഡ്യൂട്ടി ആയിരിക്കും, ചിലപ്പോ സർജറിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ചിലപ്പോ ലീവ് ആയിരിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരുടെ ഡോക്ടേഴ്സിന്റെ വർക്കിംഗ് കണ്ടീഷൻ എങ്ങനെയാണ് എന്ന് കൃത്യമായിട്ട് പരിശോധിക്കുകയും ചെയ്യുക. 6th പോയിന്റിൽ എന്താ പറഞ്ഞത്, ആ ഒരു ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട ബഡ്ജറ്റുകൾ കൃത്യമായിട്ട് മാനേജ് ചെയ്യുക. അതുപോലെ തന്നെ ആ ഒരു ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട പോളിസികളും പ്രൊസീജിയേഴ്സും ഡെവലപ്പ് ചെയ്യണം, അത് അവിടെ നടപ്പിലാക്കുകയും വേണം. അതുപോലെ ഒരു OPD ഏരിയയുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു നല്ല സുഗമമായിട്ടാണ് അവിടുത്തെ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ ഡിഫറെന്റ് കൺസൾട്ടൻസിന് വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള അപ്പോയിന്റ്മെന്റുകളെ ഷെഡ്യൂൾ ചെയ്ത് നൽകുന്നുണ്ടോ എന്ന് മേൽനോട്ടം വഹിക്കുക. അതുപോലെ അവിടുത്തെ ഓരോ ഡോക്ടേഴ്സിന്റെയും വർക്കിംഗ് കണ്ടീഷൻ എങ്ങനെയാണ്, അവർ എത്ര സമയം മുതൽ എത്ര സമയം വരെ വർക്ക് ചെയ്യുന്നു, ഏതൊക്കെ ദിവസമാണോ ഡ്യൂട്ടിയിലുള്ളത്, ഏതൊക്കെ ദിവസമാണ് ലീവ് ആയിട്ടുള്ളത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പ്രോപ്പർ ആയിട്ട് ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ പരിശോധിക്കുക. ക്ലിയർ ആണോ 10th പോയിന്റ് വരെ? നെക്സ്റ്റ് 11th പറയുന്നത് ഗ്യാതറിംഗ് ആൻഡ് സ്ക്രൂട്ടനൈസിംഗ് ഫീഡ്ബാക്ക് ഫോം. നമ്മൾ ഓരോ പേഷ്യൻസിന്റെയും ഫീഡ്ബാക്ക് ഫോമുകൾ കളക്ട് ചെയ്യാറുണ്ട് അല്ലെ. ഒരു OPD ഡിപ്പാർട്ട്മെന്റിൽ വന്നതായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു പേഷ്യന്റ് ആയിക്കോട്ടെ, അവരുടെ ഫീഡ്ബാക്ക് ഫോമുകളൊക്കെ കളക്ട് ചെയ്യാറുണ്ട്. അങ്ങനെ ഫീഡ്ബാക്ക് ഫോമുകൾ കളക്ട് ചെയ്യുക, അത് സ്ക്രൂട്ടനൈസ് ചെയ്യുക എന്നുള്ള സൂക്ഷ്മ പരിശോധനകൾ നടത്തുക. അപ്പൊ ഫീഡ്ബാക്ക് ഫോമുകൾ കളക്ട് ചെയ്യുക, അതെന്ത് ചെയ്യുക, സൂക്ഷ്മ പരിശോധനകൾ നടത്തുക. അതുപോലെ തന്നെ ഡീലിംഗ് വിത്ത് complicated issues and report to the manager. എന്തെങ്കിലും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വളരെ സങ്കീർണമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ആ ഒരു OPD ഏരിയയിലുണ്ടെങ്കിൽ അതിനെ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യാനായിട്ട് ഇവർ ശ്രമിക്കുക. ഇനി ഇവർക്ക് പറ്റാത്തൊരു കേസ് ആണെങ്കിൽ അതെന്ത് ചെയ്യുക, അവരുടെ മാനേജേഴ്സിനോട് റിപ്പോർട്ട് ചെയ്യുക. Then as greeting patients and visitors, വരുന്ന ഓരോ പേഷ്യൻസിനെയും നല്ല രീതിയിൽ അഭിവാദ്യം ചെയ്തുകൊണ്ട് പേഷ്യൻസിനെ ആയിക്കോട്ടെ വിസിറ്റേഴ്സിനെ ആയിക്കോട്ടെ ആ ഒരു OPD ഏരിയയിലേക്ക് സ്വീകരിക്കുക. Then directing them to the appropriate professional. അവരെന്ത് ചെയ്യുക, ഇന്ന ഇടങ്ങളിലേക്ക് എവിടെയാണോ ആ ഒരു കൺസൾട്ടന്റ് അവർ വന്നിരിക്കുന്ന, ഏത് ഡോക്ടറെ കാണാനാണോ വന്നിരിക്കുന്നത് അവരുടെ അടുത്തേക്ക് അവരെന്ത് ചെയ്യുക, ഡയറക്ട് ചെയ്ത് വിടുക. Then register new patients, പുതിയതായിട്ട് വരുന്ന പേഷ്യൻസിനെ രജിസ്റ്റർ ചെയ്യാനായിട്ട് സഹായിക്കുക. ഇത്രയും കാര്യങ്ങൾ എന്തൊക്കെയാ പറഞ്ഞത്, ഗ്യാതറിംഗ് ആൻഡ് സ്ക്രൂട്ടിനൈസിംഗ് ഫീഡ്ബാക്ക് ഫോംസ്, പേഷ്യൻസിൽ നിന്നും കളക്ട് ചെയ്യുന്ന ഫീഡ്ബാക്ക് ഫോംസ് കളക്ട് ചെയ്യുക മാത്രമല്ല അത് സൂക്ഷ്മ പരിശോധനയും നടത്തുക. അതുപോലെ തന്നെ വരുന്ന ഒരു എന്തെങ്കിലും ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ഒരു OPD ഏരിയയുമായി ബന്ധപ്പെട്ട ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അതിനെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുക. ഇനി ഇവരുടെ കയ്യിൽ ഒതുങ്ങാത്തൊരു കേസ് ആണെങ്കിൽ അത് എന്ത് ചെയ്യുക, ഉടനെ തന്നെ അവരുടെ മാനേജറോട് റിപ്പോർട്ട് ചെയ്യുക. അതുപോലെ വരുന്ന പേഷ്യൻസിനും വിസിറ്റേഴ്സിനും ഒക്കെ നല്ല രീതിയിൽ അഭിവാദ്യം ചെയ്തുകൊണ്ട് അവരെ സ്വീകരിക്കുക. അതുപോലെ ഉചിതമായിട്ടുള്ള അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പ്രൊഫഷണൽസിന്റെ അടുത്തേക്ക് അവരെ ഡയറക്ട് ചെയ്ത് വിടുക. അതുപോലെ രജിസ്റ്ററിംഗ് ന്യൂ പേഷ്യൻസ്, പുതിയതായി വരുന്ന ഒരു പേഷ്യന്റ് ആണെങ്കിൽ അവരുടെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മേൽനോട്ടം വഹിക്കുക. ക്ലിയർ ആണോ 15th പോയിന്റ്? ഇവിടെ വരെ ഓക്കെ ആണോ? Then 16th point, taking part in
practice meetings and training courses and ensuring compliance with health and safety procedures. അതായത് പ്രാക്ടീസ് മീറ്റിംഗ്സ് ആൻഡ് ട്രെയിനിങ് കോഴ്സസ്. അപ്പൊ ഇവർക്ക് അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട് അറിവും സ്കില്ലൊക്കെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രാക്ടീസ് മീറ്റിംഗ്സ് ആൻഡ് ട്രെയിനിങ് കോഴ്സസ്. അപ്പൊ അവിടെ മീറ്റിങ്ങുകള് ട്രെയിനിങ് കോഴ്സുകളൊക്കെ എന്ത് ചെയ്യുക, അതിലൊക്കെ പങ്കെടുക്കുക. ആൻഡ് എൻഷുറിംഗ് കംപ്ലൈൻസ് വിത്ത് ദ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി പ്രൊസീജിയേഴ്സ്. അതിലൂടെയൊക്കെ മനസ്സിലായ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ആ ഒരു സ്ഥാപനം അല്ലെങ്കിൽ ആ ഒരു OPD ഏരിയയുമായി ബന്ധപ്പെട്ട അവിടെ വരുന്ന പേഷ്യൻസിന്റെ ആരോഗ്യം, സുരക്ഷ മുതലായിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടോ എന്നും ഉറപ്പുവരുത്തുക. ടേക്കിംഗ് പാർട്ട് ഇൻ പ്രാക്ടീസ് മീറ്റിംഗ്സ് ആൻഡ് ട്രെയിനിങ് കോഴ്സസ്. അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട് അവർക്ക് ഒരുപാട് മീറ്റിംഗ്സ് അല്ലെങ്കിൽ ട്രെയിനിങ് കോഴ്സുകളിലൊക്കെ പങ്കാളികളാവുകയും ചെയ്യുക. അതോടൊപ്പം തന്നെ ആ ഒരു OPD ഏരിയയുമായി ബന്ധപ്പെട്ട് പേഷ്യൻസിന്റെ ആരോഗ്യമായിക്കോട്ടെ അവരുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രൊസീജിയേഴ്സ് ഒക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. 17th പോയിന്റിൽ പറയുന്നത് furthermore the OPD executive is accountable for checking that everything in the OPD area is in its correct place and ensuring that there are no items left over by the previous shift receptionist. ഇവിടെ രണ്ടാമത്തെ നെക്സ്റ്റ് പോയിന്റിൽ പറഞ്ഞത് ഒരു OPD എക്സിക്യൂട്ടീവ് എന്തിന്റെ ഉത്തരവാദിത്തമുള്ള ആളായിരിക്കണം? ഫോർ ചെക്കിംഗ് ദാറ്റ് എന്ത് പരിശോധിക്കണം? എവരിത്തിങ് ഇൻ ദ OPD ഏരിയ ഈസ് ഇൻ ഇറ്റ്സ് കറക്റ്റ് പ്ലേസ്. OPD ഏരിയയിലെ എല്ലാ സാധനങ്ങളും കൃത്യമായ പൊസിഷനുകളിൽ തന്നെയാണോ ഇരിക്കുന്നത്? ആൻഡ് എൻഷുറിംഗ് ദാറ്റ് there are no items left over by previous shift receptionist. ഇപ്പൊ മുൻപത്തെ ഷിഫ്റ്റിൽ ഉണ്ടായിരുന്ന റിസപ്ഷനിസ്റ്റ് അത് മറ്റ് എന്തെങ്കിലും ഐറ്റംസ് അവിടെ ഇവിടെ ആയിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ടോ, എല്ലാം കറക്റ്റ് പൊസിഷനിൽ തന്നെയാണോ ഇരിക്കുന്നത് എന്നൊക്കെ ചെക്ക് ചെയ്യാനുള്ള ഒരു ഉത്തരവാദിത്വം കൂടി ഒരു OPD എക്സിക്യൂട്ടീവിനുണ്ട്. നെക്സ്റ്റ് പോയിന്റിൽ പറയുന്നത് the direct patients to the payment counter to make their payment എന്നാണ് കേട്ടോ. അവിടെ make their payment എന്നാക്കാം കേട്ടോ. കറക്റ്റ് ആയിട്ടാണ് കിടക്കുന്നതെങ്കിൽ മാറ്റില്ല, അല്ല എങ്കിൽ make their payment എന്നാക്കാം കേട്ടോ. കേസ് പേപ്പർ എന്നുള്ളത് വെട്ടിയിട്ടേ. ക്ലിയർ ആണോ? നിങ്ങളുടെ ശരിയായിട്ടാണോ കിടക്കുന്നേ? അല്ല, ഓക്കെ. അപ്പൊ make their payment എന്നാക്കാം കേട്ടോ. Okay, ensuring smooth and efficient process. ഇപ്പൊ ഇവിടെ പേഷ്യൻസിന് ഇപ്പൊ നമ്മുടെ OPD ഏരിയയിൽ വന്നു, അവർ ഡോക്ടറെ കൺസൾട്ട് ചെയ്തു, അത് കഴിഞ്ഞ് അവർക്ക് പേയ്മെന്റ് അടയ്ക്കേണ്ടതായിട്ടുണ്ടാവും അല്ലെ? അപ്പൊ അവരുടെ പേയ്മെന്റുമായി ബന്ധപ്പെട്ട പേയ്മെന്റ് കൗണ്ടറിലേക്ക് അവരുടെ പേയ്മെന്റ് ചെയ്യാൻ വേണ്ടി അവരുടെ പേയ്മെന്റ് കൗണ്ടറിലേക്ക് അവരെ ഡയറക്ട് ചെയ്യുക. അതുപോലെ തന്നെ അവിടെ നല്ല രീതിയിൽ സ്മൂത്ത് ആൻഡ് എഫിഷ്യന്റ് ആയിട്ടുള്ള പ്രോസസ്സുകൾ അവർക്ക് കിട്ടുന്നുണ്ട്. പെട്ടെന്ന് പേയ്മെന്റ് ഒക്കെ ചെയ്ത് തീർക്കാനായിട്ട് പറ്റുന്നുണ്ട്. അവരുടെ കാര്യങ്ങളൊക്കെ എളുപ്പത്തിൽ ചെയ്ത് അവർക്ക് കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. ലാസ്റ്റ് പോയിന്റിൽ പറയുന്നത് ഓവറോൾ ദ OPD executive is necessary for ensuring that the outpatient department runs efficiently, providing high quality care to patients while also managing cost and maintaining regulatory compliance. ലാസ്റ്റ് പോയിന്റിൽ പറഞ്ഞേ മൊത്തത്തിൽ ഒരു OPD എക്സിക്യൂട്ടീവ് എന്തിനു വേണ്ടി അനിവാര്യമായിട്ടുള്ള ഒരു വ്യക്തിയാണ്, എന്തൊക്കെ അവർ ഉറപ്പുവരുത്തണം? ഒരു ഔട്ട്പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ആ ഒരു ഔട്ട്പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് വളരെ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. അവിടെ വരുന്ന ഓരോ പേഷ്യൻസിനും നല്ല ഹൈ ക്വാളിറ്റിയിലുള്ള പരിചരണം കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ നൽകുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. while also manage cost and maintaining regulatory compliance. അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ഒരു ചിലവ് നിയന്ത്രണം ആ ഒരു ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് മാനേജ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ റെഗുലേറ്ററി കംപ്ലൈൻസ് കൃത്യമായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ അവർ പാലിക്കുന്നുണ്ടോ എന്ന് കൂടി ഉറപ്പുവരുത്തേണ്ടത് ഒരു OPD എക്സിക്യൂട്ടീവിന്റെ ആവശ്യകതയാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് 16 തുടങ്ങിയാട്ടോ പറയുന്നത്. 16 പോയിന്റിൽ പറഞ്ഞ എന്താണ്? ടേക്കിംഗ് പ്രാക്ടീസ് മീറ്റിംഗ്സ് ആൻഡ് ട്രെയിനിങ് കോഴ്സസ്. അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട് മീറ്റിങ്ങുകളിലും ട്രെയിനിങ് കോഴ്സുകളൊക്കെ പങ്കാളികളാവുക. അതോടൊപ്പം തന്നെ ആ ഒരു സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ആ ഒരു OPD ഡിപ്പാർട്ട്മെന്റിന് പ്രത്യേകമായിട്ട് ഒരു OPD ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്ന പേഷ്യൻസിന്റെ
പേഷ്യന്റിന്റെ ആരോഗ്യം, സുരക്ഷ മുതലായവ മുൻഗണന നൽകുന്നതിന് വേണ്ടിയുള്ള പ്രൊസീജിയേഴ്സ് കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. അടുത്ത പോയിന്റ് പറയുന്നത് ഒരു OPD എക്സിക്യൂട്ടീവിന്റെ മറ്റൊരു ചുമതല അല്ലെങ്കിൽ ഉത്തരവാദിത്തമാണ് ആ ഒരു OPD ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ സാധനങ്ങളും കൃത്യമായിട്ടുള്ള എക്സാക്ട് കറക്റ്റ് പ്ലേസിൽ തന്നെയാണോ ഇരിക്കുന്നത്. ഇനി ഇതിന് മുൻപ് ഷിഫ്റ്റിൽ ഉണ്ടായിരുന്ന റിസപ്ഷനിസ്റ്റ് അത് അവിടെ എവിടെയെങ്കിലും ഐറ്റംസ് മാറി എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടോ, കറക്റ്റ് പൊസിഷനിൽ തന്നെ പ്ലേസിൽ തന്നെ എല്ലാം സെറ്റ് ആയിട്ടിരിക്കുകയാണെന്ന് കൃത്യമായിട്ട് ഉത്തരവാദിത്വത്തോടുകൂടി നോക്കേണ്ടത് ഒരു OPD എക്സിക്യൂട്ടീവിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അടുത്തത് പറഞ്ഞത് വരുന്ന പേഷ്യൻസിന്റെ പേയ്മെന്റുമായി ബന്ധപ്പെട്ട അവർക്ക് പേയ്മെന്റ് കൗണ്ടറുകളിലേക്ക് അവരെ എന്ത് ചെയ്യുക, പേയ്മെന്റ് നടത്താൻ വേണ്ടി ഡയറക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ അവിടെ പേയ്മെന്റ് നടത്തുന്നതുമായി ബന്ധപ്പെട്ടും അവരുടെ എല്ലാ കാര്യങ്ങളും വളരെ സ്മൂത്ത് ആയിട്ടും വളരെ കാര്യക്ഷമമായിട്ടും ആ ഒരു പ്രക്രിയ നടക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. ലാസ്റ്റ് പറയുന്നത് മൊത്തത്തിൽ ഒരു OPD എക്സിക്യൂട്ടീവിന്റെ അനിവാര്യത എന്ന് പറയുന്നത് അവർ എന്തൊക്കെ കാര്യങ്ങൾ ഉറപ്പുവരുത്തണം. ഒരു OPD ഡിപ്പാർട്ട്മെന്റ് വളരെ ഫലപ്രദമായിട്ടും കാര്യക്ഷമമായിട്ടും കൊണ്ടുപോകുന്നുണ്ട് അല്ലെങ്കിൽ സുഗമമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടുപോകുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. അതുപോലെ വരുന്ന ഓരോ പേഷ്യൻസിനും ഹൈ ക്വാളിറ്റി കെയർ കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെ അവിടുത്തെ ചിലവ് നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു മാനേജ്മെന്റ് ആര് കൊടുക്കണം, ഈ ഒരു OPD എക്സിക്യൂട്ടീവ് കൊടുക്കണം. അതോടൊപ്പം തന്നെ കൃത്യമായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ അവർ പാലിച്ചുകൊണ്ടാണ് അവിടെ നിലനിർത്തുന്നുണ്ട്, അല്ലെങ്കിൽ ആ റൂൾസും റെഗുലേഷൻസും കൃത്യമായിട്ട് പാലിക്കുന്നുണ്ട്. അത് മെയിൻറ്റെയിൻ ചെയ്താണ് ആ ഒരു ഡിപ്പാർട്ട്മെന്റ് പോകുന്നത് എന്നും ഉറപ്പുവരുത്തേണ്ടത് ഒരു OPD എക്സിക്യൂട്ടീവിന്റെ ജോലിയാണ്. വേഗം ഒന്ന് വായിച്ചു നോക്കി. വായിച്ചു കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യണേ. Fourteenth point, directing them to the appropriate professionals. നമ്മൾ ഒരു OPD ഡിപ്പാർട്ട്മെന്റിൽ ഒരു ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ ഒരുപാട് കൺസൾട്ടൻസ് ഉണ്ടാവില്ലേ, ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ടാവുമല്ലോ. അപ്പൊ അവർക്ക് കൃത്യമായിട്ട് വരുന്ന പേഷ്യൻസിനെ അവർക്ക് ഏത് ഡോക്ടറെയാണോ ഏത് പ്രൊഫഷണൽ ആയിട്ടുള്ള വ്യക്തിയാണോ കാണേണ്ടത് അവരിലേക്ക് അവരെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഡയറക്റ്റ് ചെയ്യുക. അവർക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ കൊടുത്ത് ഇന്ന ഇടത്താണ് ആ ഒരു ഡോക്ടർ ഇരിക്കുന്നത്, അവരുടെ കൺസൾട്ടേഷൻ റൂം ഇവിടെയാണ് എന്ന രീതിയിൽ അവരെ ഡയറക്റ്റ് ചെയ്യുക. ശരിയാണോ രുചാനത്ത്? ഓക്കെ, അപ്പൊ നമ്മൾ നെക്സ്റ്റ് പോവാണ് കേട്ടോ. നെക്സ്റ്റ് ജോബ് സമ്മറി ഓഫ് പേഷ്യന്റ് കൗൺസിലർ. ഒരു പേഷ്യന്റ് കൗൺസിലറിന്റെ ജോബ് സമ്മറി. ഇപ്പൊ ഈ പേഷ്യന്റ് കൗൺസിലർ വരെയാണ് നമുക്ക് റെസ്പോൺസിബിലിറ്റീസ് പഠിക്കാനുള്ളത് കേട്ടോ.
അപ്പൊ ഈ ഒരു പേഷ്യന്റ് കൗൺസിലറിന്റെ കൂടി ഒരു റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഒരു ജോബ് സമ്മറി കൂടി നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് ഞാൻ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. എ പേഷ്യന്റ് കൗൺസിലർ ഓൾസോ നോൺ ആസ് എ പേഷ്യന്റ് അഡ്വക്കേറ്റ് ഓർ പേഷ്യന്റ് liaison is a healthcare professional who works keenly with patients and their families to extend emotional support, education and advocacy. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. അപ്പൊ 3 പേരുകളിലായിട്ടാണ് ഈ ഒരു പേഷ്യന്റ് കൗൺസിലർ അറിയപ്പെടുന്നത്. ഒന്നാമത്തത് ഒരു പേഷ്യന്റ് കൗൺസിലർ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ അറിയപ്പെടുന്ന മറ്റു 2 പേരുകളാണ് പേഷ്യന്റ് അഡ്വക്കേറ്റ് അല്ലെങ്കിൽ പേഷ്യന്റ് liaison. അപ്പൊ 2 പേരുകൾ, മൊത്തം 3 പേരുകളാണ് കേട്ടോ. ഒരു പേഷ്യന്റ് കൗൺസിലർ എന്ന് ചോദിച്ചാലും, ഒരു പേഷ്യന്റ് അഡ്വക്കേറ്റ് എന്ന് ചോദിച്ചാലും, ഒരു പേഷ്യന്റ് liaison എന്ന് ചോദിച്ചാലും ഒന്ന് തന്നെയാണ്, അല്ലെങ്കിൽ സെയിം തന്നെയാണ് കേട്ടോ. അപ്പൊ അത് 3 എണ്ണം. ആ 2 മറ്റ്, അതായത് ഒരു പേഷ്യന്റ് കൗൺസിലറിനെ അറിയപ്പെടുന്ന മറ്റു പേരുകൾ ഏതൊക്കെ എന്ന് ചോദിക്കാം കേട്ടോ. ഒരു പേഷ്യന്റ് അഡ്വക്കേറ്റ് ഉണ്ടാവും ഓപ്ഷനിൽ, പേഷ്യന്റ് liaison എന്നുണ്ടാവും, ബോത്ത് എ ആൻഡ് ബി എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. അപ്പൊ ബോത്ത് എ ആൻഡ് ബി ആണ് ചൂസ് ചെയ്യേണ്ടത്. ആൻഡ് ഇസ് എ ഹെൽത്ത് കെയർ പ്രൊഫഷണൽ, അല്ലെങ്കിൽ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഡാഷ് ഇസ് എ ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ഹു വർക്ക് കീൻലി വിത്ത് പേഷ്യൻസ് ആൻഡ് their families to extend emotional support, education and advocacy. ആരാണ്? ഒരു പേഷ്യന്റ് കൗൺസിലർ ആണ് ഈ ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണൽ എന്ന് പറയുന്നത്. ഇവരുടെ ജോലി എന്താ പ്രധാനമായിട്ടും, അല്ലെങ്കിൽ ഇവരുടെ ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? വർക്ക് കീൻലി വിത്ത് പേഷ്യൻസ്, പേഷ്യൻസുമായിട്ട് നല്ല രീതിയിൽ ശ്രദ്ധാപൂർവം എന്ത് ചെയ്യുന്നു? വർക്ക് ചെയ്യുന്നു. അത് പേഷ്യൻസിനോട് മാത്രമല്ല കേട്ടോ, ഫാമിലി മെമ്പേഴ്സ്, അവരുടെ ഫാമിലി മെമ്പേഴ്സിനോടും വരുന്ന പേഷ്യൻസിനോടൊക്കെ വളരെ സഹകരണത്തോടു കൂടി വർക്ക് ചെയ്യുകയും അവർക്കൊരു ഇമോഷണൽ സപ്പോർട്ട് ആർക്ക കൊടുക്കുന്ന ഈ പേഷ്യന്റ് കൗൺസിലർ ആ വരുന്ന പേഷ്യന്റിനും അവരുടെ ഫാമിലിയിലെ മെമ്പേഴ്സിനും ഒരു ഇമോഷണൽ സപ്പോർട്ട്, അല്ലെ, ഒരു വളരെ വൈകാരികമായിട്ടുള്ള ഒരു പിന്തുണയും അതുപോലെ ആവശ്യമായിട്ടുള്ള എഡ്യൂക്കേഷൻസ് അവർക്ക് അവരുടെ ജോലി, ഇപ്പൊ അവരുടെ വന്നിരിക്കുന്ന ഒരു ഡോക്ടർ എന്തെങ്കിലും ഒരു ഇല്ലസുമായിട്ടുള്ള ഒരു രോഗാവസ്ഥയുമായിട്ട് വന്നിരിക്കുകയാണെങ്കിൽ അവരുടെ രോഗവുമായി ബന്ധപ്പെട്ട ആവശ്യമായിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻസ് അല്ലെങ്കിൽ ഒരു അവയർനെസ് അല്ലെങ്കിൽ ഒരു ബോധവൽക്കരണങ്ങൾ കിട്ടണമെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ അഡ്വക്കസി, എന്താണ് ഒരു അഡ്വക്കസി എന്ന് ഉദ്ദേശിക്കുന്നത്? അതായത് പേഷ്യൻസിന് വേണ്ടിയിട്ട് സംസാരിക്കുക അല്ലെങ്കിൽ വാദിക്കുന്ന ഒരു വ്യക്തിയായിട്ടും ഇദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട്. ഒരു പേഷ്യന്റ് കൗൺസിലർ എന്ന് പറയുമ്പോൾ അവർ ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന ആളുകൾ ആരൊക്കെയാ? ഒരു പേഷ്യൻസും അവരുടെ ഫാമിലി മെമ്പേഴ്സിനോടും ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന വ്യക്തിയാണ് പേഷ്യന്റ് കൗൺസിലർ. അപ്പൊ അദ്ദേഹം എന്ന് പറയുന്നത്, അദ്ദേഹത്തെ അറിയപ്പെടുന്ന മറ്റു 2 പേരുകളാണ് പേഷ്യന്റ് അഡ്വക്കേറ്റും അല്ലെങ്കിൽ പേഷ്യന്റ് liaison എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ്. ഇത് എന്താണ്? ഈ ഒരു പേഷ്യന്റ് കൗൺസിലർ എന്ന് പറഞ്ഞാൽ ഇതൊരു ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ആണ്. ആൻഡ് ഹു വർക്സ് കീൻലി വിത്ത് പേഷ്യൻസ് ആൻഡ് their families, പേഷ്യൻസിനോട് അവരുടെ ഫാമിലി മെമ്പേഴ്സിനോടും വളരെ നല്ല രീതിയിൽ ശ്രദ്ധാപൂർവ്വം വർക്ക് ചെയ്യുന്നു. അതിലൂടെ എന്ത് ചെയ്യുന്നു? ടു എക്സ്റ്റെൻഡ് ആൻഡ് ഇമോഷണൽ സപ്പോർട്ട്, ഒരു വൈകാരികമായിട്ടുള്ള ഒരു പിന്തുണ പേഷ്യൻസിനും അവരുടെ ഫാമിലി മെമ്പേഴ്സിനും കൊടുക്കുന്നുണ്ട്. അവർക്ക് ആവശ്യമായ എഡ്യൂക്കേഷൻസ് നൽകുന്നുണ്ട്. അതുപോലെ അവർക്ക് വേണ്ടി സംസാരിക്കുകയോ വാദിക്കുകയോ ചെയ്യുന്നുണ്ട്. Clear ആണോ? Then the job description of a patient counselor normally include the following responsibilities. ഇനി ഒരു പേഷ്യന്റ് കൗൺസിലറിന്റെ പ്രധാനപ്പെട്ട റെസ്പോൺസിബിലിറ്റീസ് ആണ് താഴെ പറയുന്നതായിട്ട്. അത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും എല്ലാവരുടെയും റെസ്പോൺസിബിലിറ്റീസിൽ വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വായിച്ച് കഴിയുമ്പോൾ കൺഫ്യൂഷൻ വരില്ല കേട്ടോ. നോക്കിയേ, ഒരു ഫസ്റ്റ് വൺ ആണ് പ്രൊവൈഡിങ് providing emotional support. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ് അല്ലെ. The patient counselor is accountable for providing emotional support to patients and their families, hearing their concerns and helping them deal with their diagnosis of illness. ഇതും ചോദിക്കാം കേട്ടോ. ഒരു പേഷ്യന്റ് കൗൺസിലർ അല്ലെങ്കിൽ who is accountable for providing emotional support to patients and their families, hearing their concerns and helping them deal with their diagnosis or illness. അപ്പൊ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ അങ്ങനെ ഏതെങ്കിലും ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ആ ഒരു റെസ്പോൺസിബിലിറ്റി ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ് ഇത് എന്നും ചോദിക്കാം കേട്ടോ. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കണേ. അപ്പൊ ഫസ്റ്റ് പോയിന്റിൽ പറഞ്ഞത് പ്രൊവൈഡിങ് ഒരു ഇമോഷണൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് ഒരു പേഷ്യന്റ് കൗൺസിലറിന്റെ ഫസ്റ്റത്തെ ഒരു ഉത്തരവാദിത്തം തന്നെ അത് തന്നെയാണ്. എന്താണ്? പേഷ്യൻസിനും അവരുടെ ഫാമിലി മെമ്പേഴ്സിനും ആവശ്യമായിട്ടുള്ളൊരു ഇമോഷണൽ സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു പിന്തുണ നൽകുക എന്നുള്ളത്. ഹിയറിംഗ് ദെയർ കൺസേൺസ്, അവരുടെ ആശങ്കകൾ എന്താണെന്ന് കേൾക്കുകയും
മനസ്സിലാക്കുകയും ചെയ്യുക. ആൻഡ് ഹെൽപ്പിംഗ് ദം ഡീൽ വിത്ത് ദെയർ ഡയഗ്നോസിസ് ഓർ ഇൽനെസ്. ആ രോഗാവസ്ഥയുമായിട്ട് പൊരുത്തപ്പെട്ടു പോവാനായിട്ട് അല്ലെങ്കിൽ അത് കൈകാര്യം ചെയ്യാനായിട്ട് അവർക്ക് ആവശ്യമായ സഹായങ്ങളും നൽകുകയാണ് പ്രൊവൈഡിങ് ഇമോഷണൽ സപ്പോർട്ടിലൂടെ ഒരു പേഷ്യന്റ് കൗൺസിലർ ചെയ്യുന്നത്. ഒരു പേഷ്യന്റ് കൗൺസിലറുടെ ഉത്തരവാദിത്വം എന്താണ്? പ്രൊവൈഡിങ് ഇമോഷണൽ സപ്പോർട്ട് ടു പേഷ്യൻസ് ആൻഡ് ദെയർ ഫാമിലീസ്. പേഷ്യൻസിനും അവരുടെ ഫാമിലി മെമ്പേഴ്സിനും ആവശ്യമായിട്ടുള്ള ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുക. അവരുടെ ആശങ്കകൾ എന്താണോ അത് കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. അതിനനുസരിച്ച് ആ രോഗാവസ്ഥയുമായിട്ട് ഡീൽ ചെയ്യാനായിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് അവർക്ക് ആവശ്യമായ സഹായങ്ങളും പ്രൊവൈഡ് ചെയ്യുക. ക്ലിയർ ആണല്ലോ. രണ്ടാമത്തത് എഡ്യൂക്കേറ്റിംഗ് പേഷ്യൻസ് ആൻഡ് ഫാമിലീസ്. രണ്ടാമത് എഡ്യൂക്കേറ്റിംഗ് പേഷ്യൻസ് ആൻഡ് ഫാമിലിയിൽ പറയുന്നത് പേഷ്യന്റ് കൗൺസിലർ ഈസ് അക്കൗണ്ടബിൾ ഫോർ എഡ്യൂക്കേറ്റിംഗ് പേഷ്യൻസ് ആൻഡ് ദെയർ ഫാമിലീസ് അബൌട്ട് ദെയർ ഡയഗ്നോസിസ്, ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ആൻഡ് അതർ സൈഡ്സ് ഓഫ് ദെയർ കെയർ. അപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാല് അല്ലെങ്കിൽ അവരുടെ ഫാമിലി മെമ്പേഴ്സിന് അവരുടെ എന്താണ് രോഗം എന്ന് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല, അല്ലെ? അപ്പൊ അവരുടെ രോഗനിർണയവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ടെസ്റ്റുകളാണ് അവർക്ക് ഉപയോഗിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ നമുക്ക് ഇനി ഉപയോഗിക്കാൻ പറ്റും, അവരുടെ പ്രൊസീജിയറുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് അവരുടെ ഈ രോഗവുമായി ബന്ധപ്പെട്ടുണ്ട്. അതുപോലെ തന്നെ അതർ സൈഡ് എഫക്ട്സ് ഓഫ് ദെയർ കെയർ. അവർക്കൊരു പരിചരണം കൊടുക്കുകയാണെങ്കിൽ അതുവഴി ഒരു ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ പല ഓപ്ഷൻസ് ഉണ്ടാവും. ആ ട്രീറ്റ്മെന്റ് വഴി ചിലപ്പോൾ പല സൈഡ് എഫക്ട്സുകളും ഉണ്ടാവാം, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചും അവരുടെ രോഗാവസ്ഥയുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ അവർക്ക് എന്തൊക്കെ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് അവൈലബിൾ ആണ്, എന്തൊക്കെ രോഗനിർണയ ഉപാധികൾ അവർക്ക് അവൈലബിൾ ആണ്, ഇനി ഈ ഓരോ ട്രീറ്റ്മെന്റ് എടുക്കുമ്പോഴും അവർക്ക് ഉണ്ടാവാൻ പോകുന്ന മറ്റൊരു വശമുണ്ട്, അല്ലെ? സൈഡ് എഫക്ട് പോലെയുള്ള മറ്റൊരു വശമുണ്ട്. അതും എല്ലാ കാര്യങ്ങളെയും കുറിച്ചും ഒരു എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഒരു ബോധവൽക്കരണം നൽകുന്നത് ആരാണ്? ഈ ഒരു പേഷ്യന്റ് കൗൺസിലർക്ക് നൽകാനായിട്ട് സാധിക്കും. അതാണ് എഡ്യൂക്കേഷൻ പേഷ്യൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്നത്. പേഷ്യന്റ് കൗൺസിലർ ഈസ് അക്കൗണ്ടബിൾ ഫോർ എഡ്യൂക്കേറ്റിംഗ് പേഷ്യൻസ് ആൻഡ് ദെയർ ഫാമിലീസ്. പേഷ്യൻസിനും ഫാമിലീസിനും അവരുടെ രോഗാവസ്ഥയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച്, ഡയഗ്നോസിസുമായി ബന്ധപ്പെട്ടാവാം, ട്രീറ്റ്മെന്റ് ഓപ്ഷൻസുമായി ബന്ധപ്പെട്ട അതർ സൈഡ്സ് ഓഫ് ദെയർ കെയറുമായി ബന്ധപ്പെട്ട മറ്റു വശങ്ങളുണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ടൊക്കെ കൃത്യമായിട്ടുള്ള ഒരു വിവരണം അല്ലെങ്കിൽ ബോധവൽക്കരണം അവർക്ക് പേഷ്യൻസിനും ഫാമിലി മെമ്പേഴ്സിനും ഇവർക്ക് നൽകാനായിട്ട് സാധിക്കും. ദെൻ മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് അഡ്വക്കേറ്റിംഗ് ഫോർ പേഷ്യൻസ്. Advocating for patients in പറയുന്നത് a patient counselor is accountable for advocating for patients and their families. അതായത് ഒരു ഹോസ്പിറ്റലിൽ അവർ വന്നു കഴിഞ്ഞു, അപ്പൊ അവരുടേതായ കാര്യങ്ങളും അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് വേണ്ടി സംസാരിക്കാനോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി വാദിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഇവര് പ്രവർത്തിക്കുന്നു എന്നാ പറയുന്നത്. ആൻഡ് ഹെൽപ്പിംഗ് ദം നാവിഗേറ്റ് ദ ഹെൽത്ത് കെയർ സിസ്റ്റം. അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റുകളൊക്കെ കിട്ടാൻ വേണ്ടി അവരെന്ത് ചെയ്യുന്നു? അവരെ ആ ഒരു ഹെൽത്ത് കെയർ സംവിധാനത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് ഇവരെ സഹായിക്കുന്നുണ്ട്. ആൻഡ് മേക്കിംഗ് ഷുവർ ദാറ്റ് ദെയർ നീഡ്സ് ആർ മെറ്റ്. അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള അവരുടെ ആവശ്യകതകളൊക്കെ നിറവേറ്റുന്നുണ്ടോ എന്നും, അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ലഭിക്കുന്നുണ്ടോ എന്നും ഉറപ്പുവരുത്തുന്നത് ഒരു ആരുടെ ഉത്തരവാദിത്വം കൂടിയാണ്? ഈ ഒരു പേഷ്യന്റ് കൗൺസിലറുടെ ഉത്തരവാദിത്വമാണ്. അഡ്വക്കേറ്റിംഗ് ഫോർ പേഷ്യൻസ് പറഞ്ഞാൽ പേഷ്യൻസിനും ഫാമിലി മെമ്പേഴ്സിന്റെയും ആശങ്കകൾ എന്താണെന്ന് ഇവര് മനസ്സിലാക്കുന്നു, അതിനനുസരിച്ച് ആ ഒരു ഹെൽത്ത് കെയർ സംവിധാനത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് ഇവരെ സഹായിക്കുന്നു. അതുപോലെ തന്നെ അവർക്ക് ആ ഒരു സ്ഥാപനത്തിൽ നിന്നും ഉചിതമായിട്ടുള്ള അവരുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ട്രീറ്റ്മെന്റോ കെയറോ ഒക്കെ കിട്ടുന്നുണ്ടോ എന്ന് കൂടി ഉറപ്പുവരുത്തണം ഈ ഒരു പേഷ്യന്റ് കൗൺസിലർ ഉറപ്പുവരുത്തുന്നത്. അതാണ് അഡ്വക്കേറ്റിംഗ് ഫോർ പേഷ്യൻസ്. അതുകൊണ്ട് പേഷ്യൻസിന്റെ ആവശ്യകതകൾ മനസ്സിലാക്കുകയും അവർക്ക് വേണ്ടി ആ ഒരു ആരോഗ്യ സ്ഥാപനത്തോട് സംസാരിക്കുകയും അല്ലെങ്കിൽ വാദിക്കുകയും ചെയ്യുക. Then fourth point, providing resources. The patient counselor is accountable for providing patients and their families with resource and information about support groups, financial assistance and other services that may be available to them. So providing resources എന്ന് പറഞ്ഞാൽ ശരിക്കും ഇപ്പൊ ചില ആളുകൾക്ക് നമ്മുടെ ഒരു ഹോസ്പിറ്റലിൽ വന്നു, അവർ അഡ്മിറ്റ് ആക്കി. പക്ഷെ അഡ്മിറ്റ് ആക്കി കഴിഞ്ഞപ്പോഴായിരിക്കും ഒരു സീരിയസ് കണ്ടീഷൻ ആകുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു വ്യക്തി ഏറ്റവും അടുത്തുള്ള ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് കിട്ടുന്ന സെന്ററിലേക്ക് ആയിരിക്കും കൊണ്ടുവരിക, അല്ലെ? നമുക്ക് അത്രയും പ്രിയപ്പെട്ട ആളുകളാണെങ്കിൽ നമ്മൾ അവിടെ പണമാണോ അല്ലെങ്കിൽ പൈസയും കാര്യങ്ങളൊക്കെ ആദ്യം നോക്കില്ല, അല്ലെ? നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റുന്ന എവിടെയാണോ അവിടെ ആയിരിക്കും നമ്മൾ കൊണ്ടുപോയി അവരെ അഡ്മിറ്റ് ആക്കുന്നത്. അഡ്മിറ്റ് ആക്കിയതിന് ശേഷമായിരിക്കും ഒരുപാട് ചിലവുകൾ ചിലപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വരുന്നത്. ചിലപ്പോൾ എന്തെങ്കിലും സർജറീസ് വേണ്ടി വരും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രൊസീജിയേഴ്സ് ചെയ്യാൻ വേണ്ടി
ഒരുപാട് തുക വേണ്ടി വരും. അപ്പൊ ചിലപ്പോൾ ആ ഒരു പേഷ്യന്റിന്റെ ഫാമിലീസോ അല്ലെങ്കിൽ അവരുടെ കൂടെയുള്ള ബൈസ്റ്റാൻഡേഴ്സിനോ ചിലപ്പോൾ അഫോർഡ് ചെയ്യാൻ പറ്റാത്തതായിരിക്കും അല്ലെ. പക്ഷെ നമുക്ക് ആ ഒരു പേഷ്യന്റിന് ആ ഒരു ട്രീറ്റ്മെന്റ് കൊടുത്താൽ മാത്രമേ അവർക്ക് നിലനിൽക്കാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ അവരെ എന്ത് ചെയ്യും, ഈ ഒരു പേഷ്യന്റ് കൗൺസിലർ എന്തിനു സഹായിക്കും എന്ന് പറഞ്ഞാൽ കുറെ നമുക്ക് പറയാം കുറെ സപ്പോർട്ട് ഗ്രൂപ്പുകളുണ്ട് ഇല്ലേ. സഹായങ്ങൾ നൽകുന്ന ഡൊണേഷൻസ് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റിന് വേണ്ടിയുള്ള സഹായങ്ങൾ നൽകുന്ന ഒരുപാട് സംഘടനകളില്ലേ അല്ലേ. മിക്ക ആളുകൾക്കും കിട്ടുന്നില്ലേ. അങ്ങനെയുള്ള സംഘടനകളെ കുറിച്ചും അല്ല അങ്ങനെയുള്ള സപ്പോർട്ടീവ് ഗ്രൂപ്പുകളെ കുറിച്ച് ഇവർക്ക് ഇൻഫർമേഷൻസ് കൊടുക്കും. ആർക്കാ കൊടുക്കുന്നത്? ഇവർ വഴിയല്ല നേരിട്ട് ചെയ്യുന്നത്. ഇവര് ആ ഒരു ഫാമിലി മെമ്പേഴ്സിന് അതിനുള്ള ഇൻഫർമേഷൻസ് കൊടുക്കും. അപ്പൊ ആ ഫാമിലി മെമ്പേഴ്സിന് ഏതൊക്കെ റിസോഴ്സ് ആണോ ഇങ്ങനെ ഫണ്ടൊക്കെ നമുക്ക് നൽകുന്ന അല്ലെങ്കിൽ അവർ സഹായങ്ങൾ നൽകുന്ന ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഒക്കെ നൽകുന്ന സപ്പോർട്ടീവ് ഗ്രൂപ്പുകൾ ഏതൊക്കെയാണോ അല്ലെങ്കിൽ മറ്റു സർവീസുകൾ നൽകുന്ന ആളുകളൊക്കെ ഉണ്ടാവും. അപ്പൊ അവരെ കോണ്ടാക്ട് ചെയ്യാനും അവർക്ക് ഈ പറയുന്ന ഇൻഫർമേഷൻസ് ഒക്കെ കൊടുത്ത് അവരിൽ നിന്ന് സഹായം അഭ്യർത്ഥിക്കാനും വേണ്ടിയിട്ട് ഈ പേഷ്യന്റ് കൗൺസിലർ ആണ് അവർക്ക് അതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിലൂടെ ആ ഒരു ഫാമിലി മെമ്പേഴ്സിനെ അവരുമായിട്ട് കണക്റ്റഡ് ആക്കുകയും അവർക്ക് ആ പറയുന്ന അപ്പൊ അങ്ങനെ കണക്റ്റഡ് ആകുമ്പോൾ ഇവരുടെ അവസ്ഥകൾ മനസ്സിലാക്കുകയും അവരുടെ അവസ്ഥകൾക്കെതിരെ അവരോട് പറയുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അവരെന്ത് ചെയ്യും, ഇങ്ങനെയുള്ള സപ്പോർട്ട് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുന്ന ഗ്രൂപ്പുകൾ ഇവരെ സപ്പോർട്ട് ചെയ്യും അല്ലെ. ഇവർക്ക് ആവശ്യമായ ഡൊണേഷൻസ് കാര്യങ്ങളൊക്കെ ട്രീറ്റ്മെന്റിന് വേണ്ടിയുള്ള ഫണ്ടുകളും കാര്യങ്ങളൊക്കെ അവർ നേതൃത്വം നൽകി അല്ലെങ്കിൽ സൗജന്യമായിട്ടൊക്കെ ചെയ്തു നൽകാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സഹായങ്ങളും കൂടി ഒരു പേഷ്യന്റ് കൗൺസിലർ ഇവർക്ക് ചെയ്തു നൽകുന്നുണ്ട്. പ്രൊവൈഡിങ് റിസോഴ്സസ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള പണങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഫണ്ടുകളൊക്കെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സപ്പോർട്ടിംഗ് ഗ്രൂപ്പുകൾ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കിട്ടുന്ന മറ്റ് സേവനങ്ങളൊക്കെ ലഭ്യമാവുന്ന റിസോഴ്സ് അല്ലെങ്കിൽ വിഭവങ്ങളെ ഇവർക്ക് പരിചയപ്പെടുത്തുന്നു, ഇവർക്ക് അതിനുള്ള ഇൻഫർമേഷൻസ് കൊടുക്കുന്നു. അതിലൂടെ ഇവർക്ക് പുതിയ പുതിയ ട്രീറ്റ്മെന്റുകൾക്ക് വേണ്ടിയിട്ടുള്ളതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സർജറികൾക്ക് വേണ്ടിയിട്ടുള്ളതോ ആയിട്ടുള്ള പണം അല്ലെങ്കിൽ അവർക്ക് സൗജന്യമായിട്ട് വരെയും ട്രീറ്റ്മെന്റുകൾ ചെയ്ത് അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്ത് ഈ പറയുന്ന സപ്പോർട്ടീവ് ഗ്രൂപ്പുകളിൽ നിന്ന് കിട്ടാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഫിഫ്ത്ത് പോയിന്റിൽ പറയുന്നത് കോർഡിനേറ്റിംഗ് കെയർ. അവിടെ ആ ഒരു പേഷ്യന്റ് കൗൺസിലർ എന്തിനും കൂടി റെസ്പോൺസിബിൾ ആണ്, അക്കൗണ്ടബിൾ ഫോർ ഓർഗനൈസിംഗ് കെയർ ബിറ്റ്വീൻ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ആൻഡ് എൻഷുറിംഗ് ദാറ്റ് പേഷ്യൻസ് റിസീവ് ദ എസെൻഷ്യൽ സർവീസസ് ആൻഡ് ട്രീറ്റ്മെന്റ്. ഇപ്പൊ കോർഡിനേറ്റിംഗ് കെയറിൽ പറയുന്നത് ഒരു പേഷ്യന്റ് കൗൺസിലറിന്റെ മറ്റൊരു ഉത്തരവാദിത്തമാണ് ഓർഗനൈസിംഗ് കെയർ ബിറ്റ്വീൻ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സുമായിട്ട് നല്ല രീതിയിൽ കൃത്യമായിട്ട് സഹകരിച്ചുകൊണ്ട് അവിടെ വരുന്ന ഓരോ പേഷ്യൻസിനും നല്ല രീതിയിലുള്ള സർവീസുകളും നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റുകളും കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഒരു പേഷ്യന്റ് കൗൺസിലറിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇവരുമായി ബന്ധപ്പെട്ടുള്ള ഓരോ പേഷ്യൻസിനും അവിടെ വരുന്ന ഓരോ പേഷ്യൻസിനും ഇവരുമായിട്ട് നല്ല രീതിയിൽ അവിടുത്തെ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ഉള്ള മറ്റ് സ്റ്റാഫുകളുമായിട്ട് നല്ല രീതിയിൽ സഹകരിച്ചുകൊണ്ട് വരുന്ന ഓരോ പേഷ്യൻസിനും നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള വളരെ അനിവാര്യമായിട്ടുള്ള സേവനങ്ങളും ട്രീറ്റ്മെന്റുകളും കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. സിക്സ്ത് പോയിന്റിൽ പറയുന്നത് ഡെവലപ്പിംഗ് കെയർ പ്ലാൻസ്. Patient counselor is accountable for developing care plans for patients. പേഷ്യൻസിന് വേണ്ടിയുള്ള എങ്ങനെയാണ് പേഷ്യൻസിന് പരിചരണം കൊടുക്കേണ്ടത് അതിനു വേണ്ടിയുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു കെയർ പ്ലാൻ ഡിസൈൻ ചെയ്യുക അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യേണ്ടത് ഒരു പേഷ്യന്റ് കൗൺസിലറിന്റെ ഉത്തരവാദിത്തമാണ്. അതോടൊപ്പം തന്നെ വിച്ച് ഇൻക്ലൂഡ് ഐഡന്റിഫൈങ് ദെയർ റിക്വയർമെന്റ് ആൻഡ് ഗോൾസ്. അപ്പൊ അവിടെ വരുന്ന പേഷ്യൻസിന്റെ ആവശ്യകതകൾ എന്താണ്, അവരുടെ ലക്ഷ്യം എന്താണ്, അതൊക്കെ കൃത്യമായിട്ട് കണ്ടെത്തുകയും മനസ്സിലാക്കുകയും ആൻഡ് വർക്കിംഗ് വിത്ത് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ടു മേക്ക് ഷുവർ ദാറ്റ് ദിസ് നീഡ്സ് ആർ മെറ്റ്. അപ്പൊ അവരുടെ ഒരു ഡെവലപ്പ് ചെയ്യുക ഒരു കെയർ പ്ലാൻ ഡെവലപ്പ് ചെയ്യുന്നത് മാത്രം ചെയ്താൽ പോരാ, മറിച്ച് എന്താണ് ഒരു കെയർ പ്ലാൻ ഡെവലപ്പ് ചെയ്യുമ്പോൾ ആ വരുന്ന പേഷ്യന്റിന്റെ ആവശ്യകതകളും ലക്ഷ്യങ്ങളും എന്താണോ അതുകൂടി കണ്ടെത്തി മനസ്സിലാക്കിയിട്ട് വേണം ആ ഒരു കെയർ പ്ലാൻ ഡെവലപ്പ് ചെയ്യാനായിട്ട്. അങ്ങനെ ഡെവലപ്പ് ചെയ്യുന്ന കെയർ പ്ലാൻ നന്നായിട്ട് അവിടെ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ഇവരെന്ത് ചെയ്യണം, അവിടുത്തെ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സുമായിട്ട് ശരിയായ രീതിയിൽ അവരോട് സംയോജിച്ച് അല്ലെങ്കിൽ അവരോട് ജോയിൻ ചെയ്ത് വർക്ക് ചെയ്തുകൊണ്ട് അവരുടെ ആവശ്യകതകളൊക്കെ നിറവേറ്റുന്ന രീതിയിലുള്ള ഒരു കെയർ പ്ലാൻ ആണ് ഇത് എന്ന് പരിശോധിക്കുകയും വേണം. Then seventh പോയിന്റില് മോണിറ്ററിംഗ് പ്രോഗ്രസ്. ഇവർക്ക് നല്ല രീതിയിലുള്ള ഒരു കെയർ പ്ലാൻ വെച്ച് നമുക്ക് നല്ല രീതിയിലുള്ള പരിചരണം കൊടുത്തു കഴിഞ്ഞാൽ അത് എത്രത്തോളം പുരോഗതി ഉണ്ടാക്കുന്നുണ്ട് എന്ന് നിരീക്ഷിക്കുകയാണ് ലാസ്റ്റ് പറയുന്നത്. The patient counselor is accountable for monitoring patients' progress, evaluating their needs and making adjustment to their care plan as necessary. ഒരു പേഷ്യന്റ് കൗൺസിലറിന്റെ മറ്റൊരു ഉത്തരവാദിത്തമാണ് പേഷ്യൻസിന്റെ പുരോഗതി എത്രത്തോളം ഉണ്ടെന്ന് മോണിറ്റർ ചെയ്യുക അല്ലെങ്കിൽ നിരീക്ഷിക്കുക. അവരുടെ ആവശ്യകതകളൊക്കെ
കൃത്യമായിട്ട് വിലയിരുത്തുക, അതെല്ലാം നിറവേറ്റുന്ന രീതിയിലുള്ള ഒരു കെയർ പ്ലാൻ ആണോ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ മേക്കിംഗ് അഡ്ജസ്റ്റ്മെന്റ് ടു ദെയർ കെയർ പ്ലാൻ ആസ് നെസസറി. അവർക്ക് കൃത്യമായിട്ടുള്ള അവരുടെ നീഡ്സും കാര്യങ്ങളൊന്നും ഈ ഒരു കെയർ പ്ലാൻ വഴി അച്ചീവ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് നിറവേറ്റാൻ കൊടുക്കാൻ അല്ലെങ്കിൽ ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ അതിനനുസരിച്ച് അവർക്ക് കൊടുക്കുന്ന കെയർ പ്ലാനുകളിൽ ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെന്റുകൾ വരുത്തി അവർക്ക് ആവശ്യമായിട്ടുള്ള രീതിയിലേക്ക് അത് മാറ്റുകയും ചെയ്യുക. Then ലാസ്റ്റ് പറയുന്നത് ഓവറോൾ ദ റോൾ ഓഫ് എ പേഷ്യന്റ് കൗൺസിലർ ഈസ് ടു എക്സ്റ്റെൻഡ് സപ്പോർട്ട് ആൻഡ് അഡ്വക്കസി ഫോർ പേഷ്യൻസ് ആൻഡ് their families, helping them navigate the healthcare system and making sure that they receive high quality care. നമ്മൾ മൊത്തത്തിൽ ഒരു പേഷ്യന്റ് കൗൺസിലറിന്റെ റോൾ എന്ന് പറഞ്ഞാൽ ശരിക്കും അവിടെ വരുന്ന പേഷ്യൻസിനും അവരുടെ ഫാമിലി മെമ്പേഴ്സിനും ഒരു സപ്പോർട്ടും അതുപോലെ തന്നെ ഒരു അഡ്വക്കേസി അവർക്ക് അതിനുവേണ്ടി ഒരു വാദിക്കാൻ അല്ലെങ്കിൽ സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് അദ്ദേഹം പ്രധാനമായിട്ടും ജോലി ചെയ്യേണ്ടത്, അല്ലെ? അതുപോലെ തന്നെ അവരെ എന്ത് ചെയ്യുക, ആ ഒരു ഹെൽത്ത് കെയർ സംവിധാനത്തിലേക്ക് പ്രവേശിക്കാൻ അവരെ സഹായിക്കുക, അവർക്ക് നല്ല ഉയർന്ന ക്വാളിറ്റിയുള്ള കെയർ കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ആൻഡ് എ സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, എംപതി ആൻഡ് ഡീപ് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ഹെൽത്ത് കെയർ സിസ്റ്റം ആൻഡ് സർവീസസ് ആർ നെസസറി ഫോർ സക്സസ് ഇൻ ദിസ് റോൾ. അതുകൊണ്ട് തന്നെ ഒരു പേഷ്യന്റ് കൗൺസിലർ എന്ന് പറയുന്ന ഒരു ജോലി നന്നായിട്ട് ചെയ്യണമെങ്കിൽ അവർ ആരുമൊക്കെ ആയിട്ട് നല്ല രീതിയിൽ ഇടപഴകണം, പേഷ്യൻസിനോടും അവരുടെ ഫാമിലി മെമ്പേഴ്സിനോടും നല്ല രീതിയിൽ ഇടപഴകൽ നടത്താൻ അറിയണം, അല്ലെ? അപ്പൊ അതിനുവേണ്ടി അവർക്ക് നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം. അതുപോലെ തന്നെ സഹാനുഭൂതിയോടുകൂടി പെരുമാറാനായിട്ട് അറിയണം. അതോടൊപ്പം തന്നെ ഹെൽത്ത് കെയർ സംവിധാനങ്ങളെ കുറിച്ചും അവിടുത്തെ സർവീസുകളെ കുറിച്ചും ഒരു വ്യക്തമായിട്ടുള്ളൊരു ഡീപ് അണ്ടർസ്റ്റാൻഡിങ്, ഒരു വ്യക്തമായൊരു ധാരണ കൂടി ആർക്കുണ്ടായിരിക്കണം, ഈ ഒരു പേഷ്യന്റ് കൗൺസിലറിനുണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ അവർക്ക് ആ ഒരു ജോലി വളരെ സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ ഒരു പേഷ്യന്റ് കൗൺസിലറിന്റെ റെസ്പോൺസിബിലിറ്റീസ് കേട്ടോ. ക്ലിയർ ആണോ? കമ്മിറ്റ് ആയോ? മെസ്സേജ് ചെയ്തേ, റിപ്ലൈ ചെയ്തേ. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മുടെ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റീസ് കഴിഞ്ഞു. ലാസ്റ്റ് ഭാഗമാണ് ഈ ഒരു ചാപ്റ്ററിന്റെ ബേസിക് സ്കിൽസ് റിക്വയർഡ് ഫോർ നോൺ ക്ലിനിക്കൽ ജോബ്സ്. ഒരു നോൺ ക്ലിനിക്കൽ, ഇതൊക്കെ നമ്മൾ പറഞ്ഞതൊക്കെ നോൺ ക്ലിനിക്കൽ ജോബുകളാണ്, അല്ലെ? ഇതുമായി ബന്ധപ്പെട്ട് അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട് അവർക്ക് വേണ്ട അടിസ്ഥാനപരമായിട്ട് കുറച്ചുള്ള സ്കില്ലുകൾ അല്ലെങ്കിൽ കഴിവുകളുണ്ട്. അത് ഏതൊക്കെയാണെന്നാണ് ഇനി പറയുന്നത്. എല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. The non-clinical staff in hospital need a range of skills to effectively do their roles. അവരുടെ ചെയ്യുന്ന ഓരോ ജോലിയും നല്ല കാര്യക്ഷമമായിട്ട് ചെയ്യണമെങ്കിൽ അവർക്കൊരു സെറ്റ് ഓഫ് സ്കില്ലുകൾ അല്ലെങ്കിൽ കുറച്ച് കഴിവുകൾ വേണം, അല്ലെ? അങ്ങനെയുള്ള ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട കീ സ്കിൽസ് ഫോർ നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകൾക്ക്? ഒരു ഹോസ്പിറ്റലിലെ നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകൾക്ക് വേണ്ട കുറച്ച് ബേസിക് ആയിട്ടുള്ള കീ സ്കില്ലുകളാണ് താഴെ പറയുന്ന ഓരോന്നും. അതിൽ ഫസ്റ്റ് വൺ ആണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ, അല്ലെ? നല്ലൊരു ആശയവിനിമയം നടത്താനുള്ള ഒരു കഴിവ് ഇവർക്കുണ്ടാകണം.
അല്ലെ? നോക്കിയേ, strong communication skills are necessary for non-clinical staff to effectively interact with patients, visitors and other staff members. ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ പറയുന്നത് ഒരു സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ആർക്കുണ്ടായിരിക്കണം? ഒരു നോൺ ക്ലിനിക്കൽ സ്റ്റാഫിൽ ഉണ്ടായിരിക്കണം. ആർ നെസസറി ഫോർ നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് ടു എഫക്റ്റീവ്ലി ഇന്ററാക്ട്. എന്തിനു വേണ്ടിയാണ് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണമെന്ന് പറയുന്നത്? അവിടെയുള്ള പേഷ്യൻസിന്, അവിടെയുള്ള വിസിറ്റേഴ്സിനോട്, അതുപോലെ മറ്റ് സ്റ്റാഫ് മെമ്പേഴ്സിനോടും നല്ല കാര്യക്ഷമമായിട്ട് ഇടപെടൽ നടത്തുന്നതിന് വേണ്ടി ഒരു നോൺ ക്ലിനിക്കൽ സ്റ്റാഫിന് വേണ്ട ഒരു അനിവാര്യമായിട്ടുള്ള ഒരു സ്കില്ലാണ് നല്ലൊരു സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടാവുക എന്ന് പറയുന്നത്. ആൻഡ് ദേ ഷുഡ് ബി ഏബിൾ ടു കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി ആൻഡ് എംപത്തറ്റിക്കലി ബോത്ത് വെർബലി ആൻഡ് ഇൻ റൈറ്റിംഗ്. അപ്പൊ എഴുതുന്നതിലായിക്കോട്ടെ അല്ലെങ്കിൽ സംസാരിക്കുന്നതിലൂടെ ആയിക്കോട്ടെ, ഇതിലായെങ്കിലും വളരെ കൃത്യമായിട്ടുള്ള, വളരെ വ്യക്തമായ ഒരു കമ്മ്യൂണിക്കേഷൻ ആയിരിക്കണം ഉണ്ടായിരിക്കുന്നത്, അല്ലെ? അതുപോലെ തന്നെ ഇപ്പൊ പേഷ്യൻസിനോടാണെങ്കിലും വളരെ സഹാനുഭൂതിയോടുകൂടി, അതുപോലെ വളരെ വ്യക്തമായിട്ടുള്ള രീതിയിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഓരോ വ്യക്തികൾക്കും കൃത്യമായി മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ആശയവിനിമയമായിരിക്കണം ഇവര് ഫോളോ ചെയ്യേണ്ടത്. ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ പറയുന്നത് ഒരു നോൺ ക്ലിനിക്കൽ സ്റ്റാഫിന് വളരെ കാര്യക്ഷമമായിട്ട് എപ്പോഴും അവരുടെ പേഷ്യൻസിനോടായിക്കോട്ടെ, വിസിറ്റേഴ്സിനോടായിക്കോട്ടെ, മറ്റ് സ്റ്റാഫ് മെമ്പേഴ്സിനോടായിക്കോട്ടെ നല്ല രീതിയിൽ ഇടപെടൽ നടത്തുന്നതിന് ഒരു നല്ലൊരു സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വളരെ അനിവാര്യമാണ്. അതുപോലെ തന്നെ ആ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വളരെ വ്യക്തമായിരിക്കണം, അതുപോലെ വളരെ സഹാനുഭൂതിയോട് കൂടി ആയിരിക്കണം. അതിപ്പോ വെർബലി ആയിക്കോട്ടെ, സംസാരത്തിലൂടെ ആയിക്കോട്ടെ, എഴുത്തിലൂടെ ആയിക്കോട്ടെ, എപ്പോഴും ഇത് കീപ്പ് ചെയ്തുകൊണ്ടായിരിക്കണം നല്ല രീതിയിലുള്ള ആശയവിനിമയം എന്ത് ചെയ്യുന്നവര് കാഴ്ചവെക്കാനായിട്ട്. Clear ആണോ സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്? ഓക്കെ, രണ്ടാമത്തേതാണ് കസ്റ്റമർ സർവീസ് സ്കില്ല്. കസ്റ്റമർ സർവീസ് സ്കില്ലിൽ പറയുന്നത് non-clinical staff often act as the first point of contact for patients and visitors. അല്ലെ? ഒരു നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകളാണ് ശരിക്കും ഒരു പേഷ്യന്റോ അല്ലെങ്കിൽ ഒരു വിസിറ്ററോ ഒരു ഹോസ്പിറ്റലിലേക്ക് വരുമ്പോ ഫസ്റ്റ് പോയിന്റ് ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത് അവരാണ്, അല്ലെ? അല്ലാതെ നമ്മൾ നേരെ ഡോക്ടറിനെയോ അല്ലെങ്കിൽ നേഴ്സിന്റെ അടുത്തേക്കല്ലല്ലോ പോകുന്നത്. അപ്പൊ ഈ നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകളാണ് ശരിക്കും ഒരു പേഷ്യന്റോ അല്ലെങ്കിൽ വിസിറ്ററോ വരുമ്പോ അവരുടെ ഫസ്റ്റ് പോയിന്റ് ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത് ഈ നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകളാണ്. അതുകൊണ്ട് തന്നെ they should maintain excellent customer service skills, which include the ability to calm and compose in difficult situations and handle inquiries and complaints and provide a positive and welcoming environment. ഇപ്പൊ എപ്പോഴും ഒരു ഫസ്റ്റ് പോയിന്റ് ഓഫ് കോണ്ടാക്ട് ആയതുകൊണ്ട് തന്നെ അവരെപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു സ്കില്ലാണ് നല്ലൊരു എക്സലന്റ് ആയിട്ടുള്ള ഒരു മികച്ച കസ്റ്റമർ സർവീസ് സ്കിൽ എന്ന് പറയുന്നത്. കാരണം which improve the ability to calm and compose in difficult situations. എന്തൊരു ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷൻ വന്നാലും അതിനെ വളരെ ശാന്തമായിട്ട് നേരിടാനും വളരെ ക്ഷമയോടുകൂടിയും ശാന്തമായിട്ടും എന്തൊരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ വന്നാലും അതിനെ നേരിടാനുള്ള ഒരു കഴിവ് ഇവർക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ എന്തെങ്കിലും ഇൻക്വയറീസ് വന്നാലോ അന്വേഷണങ്ങൾ വന്നാലോ അല്ലെങ്കിൽ കംപ്ലൈന്റുകൾ വന്നാലോ അതിനെയും നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ ഇവർക്ക് ഒരു കഴിവുണ്ടായിരിക്കണം. ആൻഡ് പ്രൊവൈഡ് പോസിറ്റീവ് ആൻഡ് വെൽക്കമിങ് എൻവയോൺമെന്റ്. വരുന്ന ഓരോ പേഷ്യൻസിനും വിസിറ്റേഴ്സിനും നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള നല്ല രീതിയിൽ അവരെ അഭിവാദ്യം ചെയ്യുന്ന അല്ലെങ്കിൽ സ്വീകരിക്കുന്ന രീതിയിലുള്ള ഒരു നല്ല ഒരു അന്തരീക്ഷം, വെൽക്കമിങ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷവും പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു കഴിവ് ഈ പറയുന്ന ഒരു നോൺ ക്ലിനിക്കൽ സ്റ്റാഫിന് ഉണ്ടാകുന്നതാണ്. സെക്കൻഡ് സ്കിൽ എന്താണ് നമ്മൾ പറയുന്നത്? കസ്റ്റമർ സർവീസ് സ്കില്ലാണ്. അപ്പൊ കസ്റ്റമർ സർവീസ് സ്കിൽ എന്ന് പറയുമ്പോൾ ഏതൊരു നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകളാണെങ്കിലും അവരാണ് ദ ഫസ്റ്റ് പോയിന്റ് ഓഫ് കോണ്ടാക്ട്, പേഷ്യൻസിന്റെയും വിസിറ്റേഴ്സിന്റെയും ഫസ്റ്റ് പോയിന്റ് ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വരുന്ന ഓരോ പേഷ്യൻസിനോടും വിസിറ്റേഴ്സിനോടും ഇടപെടൽ നടത്തുമ്പോൾ നല്ലൊരു കസ്റ്റമർ സർവീസ് സ്കില്ല് ഇവർ കാഴ്ചവെക്കേണ്ടതായിട്ടുണ്ട്. ഏതൊരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ വന്നാലും അതിനെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാനും അത് വളരെ ശാന്തമായിട്ടും ക്ഷമയോടും കൂടിയും കൈകാര്യം ചെയ്യാനുള്ള ഒരു കഴിവ് വേണം. അതുപോലെ തന്നെ ഒരു അന്വേഷണം വന്നാലായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു പരാതി വന്നാലായിക്കോട്ടെ അത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ വരുന്ന പേഷ്യൻസിനോടും വിസിറ്റേഴ്സിനോടും വളരെ പോസിറ്റീവായ രീതിയിലും അവരെ സ്വീകരിക്കുന്ന സ്വാഗതാർഹമായിട്ടുള്ള രീതിയിലും ഒരു അന്തരീക്ഷം അവരെ പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. വേഗം അത് രണ്ടെണ്ണം വായിച്ചു നോക്കി. കമ്മ്യൂണിക്കേഷൻ സ്കില്ലും കസ്റ്റമർ സർവീസ് സ്കില്ലും.
ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് അവർ മിസ് തന്നെയാണ് കേട്ടോ. ഒരു 5 minutes ബ്രേക്ക് എടുത്തോ. ഒരു 35 ആകുമ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവേ. ആരും ലീവ് ചെയ്ത് പോവണ്ട കേട്ടോ, കണ്ടിന്യൂ ചെയ്യൂ കേട്ടോ. ഒരു 5 minutes ബ്രേക്ക് ആണ് കേട്ടോ. ഓക്കെ.
ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ രണ്ട് സ്കിൽസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. തേർഡ് വൺ ആണ് ഓർഗനൈസേഷണൽ സ്കിൽസ്. ഓർഗനൈസേഷണൽ സ്കിൽസിൽ പറയുന്നത് hospitals are fast-paced environment with a lot of tasks and responsibilities. അല്ലെ, ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ, എപ്പോഴും ചേഞ്ച് ചെയ്യുന്ന ഒരു എൻവയോൺമെന്റ് ആണ് അല്ലെ. എപ്പോഴും സ്ഥിരമായിട്ടാണ് അവിടുത്തെ സർവീസുകളാണെങ്കിലും അവിടുത്തെ മറ്റെന്ത് പ്രവർത്തനങ്ങളാണെങ്കിലും വ്യത്യാസങ്ങൾ വരുന്നത് അല്ലെ. ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുന്ന ഒരു അന്തരീക്ഷമാണ്. അപ്പൊ അതുപോലെ തന്നെ അതിനനുസരിച്ച് ഒരുപാട് ടാസ്കുകളും ഒരുപാട് റെസ്പോൺസിബിലിറ്റീസും അവിടുത്തെ ജീവനക്കാർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. സോ നോൺ ക്ലിനിക്കൽ staff should have strong organizational skills to manage their workload, prioritize tasks and meet deadlines. ഒരു നോൺ ക്ലിനിക്കൽ സ്റ്റാഫിന് നല്ലൊരു ഓർഗനൈസേഷണൽ സ്കില്ല് വേണം. കൃത്യമായിട്ട് അവരുടെ വർക്ക് ലോഡ് കൃത്യമായിട്ട് മാനേജ് ചെയ്യാനൊരു സ്കില്ല് വേണം. അതുപോലെ തന്നെ ഓരോ ജോലികളും പ്രയോറിറ്റൈസ് ചെയ്ത് ഏതൊക്കെ ജോലികൾ ആദ്യം പൂർത്തിയാക്കണം അത് കൃത്യമായിട്ട് മുൻഗണന കൊടുത്തുകൊണ്ട് തന്നെ ചെയ്യാനായിട്ടുള്ള ഒരു കഴിവ് വേണം. അതുപോലെ മീറ്റ് ഡെഡ്ലൈൻസ്, കൃത്യമായിട്ട് നമുക്കൊരു ഡെഡ് ലൈൻ തരും അല്ലെ. എന്തൊരു ജോലി ചെയ്യുമ്പോഴും ഇത്ര ദിവസത്തിനുള്ളിൽ ചെയ്യണം അല്ലെങ്കിൽ ഇന്ന ദിവസത്തിനുള്ളിൽ ഇത്ര സമയത്തിനുള്ളിൽ ചെയ്ത് തീർക്കണം എന്നൊരു ഡെഡ് ലൈൻ തന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ളിൽ തന്നെ പൂർത്തിയാക്കാനായിട്ട് കൃത്യമായിട്ട് ഒരു ഓർഗനൈസേഷൻ ആർക്ക് വേണം, ഒരു നോൺ ക്ലിനിക്കൽ സ്റ്റാഫിന് ആവശ്യമാണ്. ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ഒരു ഓർഗനൈസേഷൻ സ്കിൽ എന്ന് പറഞ്ഞാൽ, ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് എപ്പോഴും ഫാസ്റ്റ് പേസ്ഡ് എൻവയോൺമെന്റ്, എപ്പോഴും മാറ്റങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അന്തരീക്ഷമായതുകൊണ്ട് തന്നെ അവിടെ ഒരുപാട് ജോലികളും ഒരുപാട് റെസ്പോൺസിബിലിറ്റീസും അവിടുത്തെ ജീവനക്കാർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു നോൺ ക്ലിനിക്കൽ സ്റ്റാഫിന് വേണ്ട ഒരു നല്ലൊരു സ്കില്ലാണ് ഓർഗനൈസേഷൻ സ്കിൽ. എല്ലാ കാര്യങ്ങളും അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട വർക്ക് ലോഡ് കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ സ്കില്ല് വേണം. അതുപോലെ തന്നെ പ്രയോറിറ്റൈസ് ടാസ്ക്, അവരുടെ ഓരോ ജോലിയും കൃത്യമായിട്ട് മുൻഗണന കൊടുത്തുകൊണ്ട് ഏതൊക്കെ ജോലികൾ ആദ്യം ചെയ്യണം, ആ ഡെഡ് ലൈൻസ് പ്രകാരം ഏതൊക്കെ കൃത്യസമയത്തിനുള്ളിൽ പൂർത്തിയാക്കണം എന്നതിന് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മാനേജ് ചെയ്യുന്നതിന് വേണ്ടി ഒരു നല്ലൊരു ഓർഗനൈസേഷൻ സ്കില്ല് ആ ഒരു എംപ്ലോയീസ് നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് ആയിട്ടുള്ള ജീവനക്കാർക്ക് ഉണ്ടായിരിക്കണം. ഫോർത്ത് വൺ ആണ് ടെക്നോളജി സ്കില്ല്. ടെക്നോളജി സ്കിൽ എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് അല്ലെ. ഇതാണ് നമുക്ക് ഒരുപാട് ഇപ്പൊ ഒരു ഹോസ്പിറ്റൽ മേഖലയിൽ ഒരുപാട് ടെക്നോളജീസ് പുതിയതായിട്ട് വരുന്നുണ്ട് അല്ലെ. പ്രൊഫഷൻസി ഇൻ യൂസിങ് ഡിഫറെന്റ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് അല്ലെ. ഒരു ഡിഫറെന്റ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവ് വേണം അല്ലെ. നമ്മളൊരു ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടറിലൊക്കെ നമ്മൾ പഠിക്കുന്നില്ലേ, ഒരുപാട് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട് അല്ലെ. അപ്പൊ അതൊക്കെ ചെയ്യാനായിട്ടുള്ള ഒരു കഴിവ് വേണം. അതുപോലെ തന്നെ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡുകൾ കൈകാര്യം ചെയ്യാനായിട്ടുള്ള ഒരു കഴിവ് വേണം. അതോടൊപ്പം തന്നെ അതർ ഹെൽത്ത് കെയർ ടെക്നോളജി, മറ്റ് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട മറ്റെന്തൊരു ടെക്നോളജി വന്നാലും അത് കൈകാര്യം ചെയ്യാനായിട്ടുള്ള ഒരു പ്രൊഫഷൻസി അല്ലെങ്കിൽ ഒരു വൈദഗ്ധ്യം ആർക്കുണ്ടായിരിക്കണം, ഈ പറയുന്ന ഒരു നോൺ ക്ലിനിക്കൽ സ്റ്റാഫിന് ഉണ്ടായിരിക്കണം. ആൻഡ് ഇറ്റ്സ് വൈറ്റൽ ഫോർ നോൺ ക്ലിനിക്കൽ സ്റ്റാഫ്. They should be comfortable with technology and willing to learn new systems as required. ഇനി ഓരോ കാലഘട്ടങ്ങളിൽ കഴിയുമ്പോൾ പുതിയ ടെക്നോളജീസ് കൊണ്ടുവരും അല്ലെ. അപ്പൊ അതിനോടൊക്കെ ഏതൊരു ടെക്നോളജി വന്നാലും അതിനോട് കംഫർട്ടബിൾ ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു കഴിവ് ഇവർക്ക് വേണം. അതോടൊപ്പം തന്നെ willing to learn new systems as required, ആവശ്യമാണെങ്കിൽ പുതിയ ടെക്നോളജീസ് പഠിക്കാനായിട്ടും ഉള്ളൊരു വില്ലിംഗ്നെസ് അല്ലെങ്കിൽ ഒരു മനോഭാവം ആർക്കുണ്ടായിരിക്കണം, ഈ പറയുന്ന ഒരു നോൺ ക്ലിനിക്കൽ സ്റ്റാഫിന് ഉണ്ടായിരിക്കണം. ടെക്നോളജി സ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് ചെയ്യാനൊരു കഴിവ് വേണം. അതുപോലെ തന്നെ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡുകൾ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനൊരു കഴിവ് വേണം. അതുപോലെ മറ്റ് ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ട മറ്റെന്തൊരു സാങ്കേതിക വിദ്യയാണെങ്കിലും അതെല്ലാം കൈകാര്യം ചെയ്യാനും കൃത്യമായിട്ട് അത് നല്ല രീതിയിൽ നല്ല കഴിവോട് കൂടി തന്നെ ചെയ്യാനും ഒരു സ്കില്ല് വേണം. അതോടൊപ്പം പുതിയതായിട്ട് വരുന്ന ഏതൊരു ടെക്നോളജിയോടും വളരെ കംഫർട്ടബിൾ ആയിട്ട് ചെയ്യാനും പുതിയ ടെക്നോളജീസിനെ കുറിച്ച് പഠിക്കാനായിട്ടും ഒരു വില്ലിംഗ്നെസ് അല്ലെങ്കിൽ ഒരു താല്പര്യവും ഒരു ഇൻട്രസ്റ്റും ഒക്കെ ആര് കാണിക്കണം, ഈ ഒരു നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് കാണിച്ചിരിക്കണം. അപ്പൊ വേഗം ആ തേർഡും ഫോർത്തും ഒന്ന് വായിച്ചു നോക്കി. രണ്ട് സ്കില്ലുകൾ പറഞ്ഞു.
വായിച്ചു കഴിയുമ്പോൾ റിപ്ലൈ ചെയ്യണം കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? ശരി. നെക്സ്റ്റ് ഫിഫ്ത് വൺ ആണ് പ്രോബ്ലം സോൾവിംഗ് സ്കിൽ. A non-clinical staff may face various challenges and problems while executing their duties. അവരുടെ ജോലി ചെയ്യുന്നത് ഒരു നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് അവരുടെ ജോലി ചെയ്യുന്നത് അല്ലെങ്കിൽ അവരുടെ ഡ്യൂട്ടി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചലഞ്ചസും ഒരുപാട് പ്രോബ്ലംസും ചിലപ്പോൾ അവർ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നേക്കും അല്ലെ. അവരവരുടെ ജോലി നടപ്പിലാക്കുന്നതിന്റെ ഇടയിൽ ഒരുപാട് ചലഞ്ചസ്, ഒരുപാട് വെല്ലുവിളികളും ഒരുപാട് പ്രശ്നങ്ങളും ഒക്കെ അവർ നേരിടേണ്ടതായിട്ട് വന്നേക്കാം. സോ ദ എബിലിറ്റി ടു തിങ്ക് ക്രിട്ടിക്കലി, evaluate situation and find adequate solution is valuable in ensuring a smooth operation and addressing issues promptly. അപ്പൊ ഇവിടെ ഈ പറയുന്ന പോലെ ഒരുപാട് ചലഞ്ചസും അതുപോലെ പ്രോബ്ലംസും ഒക്കെ അവർ ഫേസ് ചെയ്യേണ്ടി വന്നാൽ പോലും അവർ എന്ത് ചെയ്യാൻ പാടില്ല, അവർ നല്ല കോൺഫിഡൻസോട് കൂടി വളരെ യുക്തിപരമായിട്ട് ചിന്തിച്ച് കൃത്യമായിട്ട് ആ സിറ്റുവേഷൻ എന്താണെന്ന് വിലയിരുത്തൽ നടത്തി അതിനനുസരിച്ച് മതിയായിട്ടുള്ള ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു പരിഹാരം കണ്ടെത്തി നൽകാനായിട്ടുള്ള ഒരു കഴിവ് ഇവർക്കുണ്ടായിരിക്കണം. ആൻഡ് ഇസ് വാല്യുബിൾ ഇൻ എൻഷുറിംഗ് സ്മൂത്ത് ഓപ്പറേഷൻ ആൻഡ് അഡ്രസ്സിംഗ് ഇഷ്യൂസ് പ്രോപ്പർലി. ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ വളരെ പ്രോപ്പർ ആയിട്ട് നമുക്ക് അഡ്രസ് ചെയ്ത് അല്ലെങ്കിൽ മനസ്സിലാക്കി അതിന് പരിഹരിച്ചാൽ മാത്രമേ അവിടെ പ്രവർത്തനങ്ങൾ വളരെ സുഗമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഒരു സ്കില്ലാണ് ഈ പ്രോബ്ലം സോൾവിംഗ് സ്കിൽ എന്ന് പറയുന്നത്. പ്രോബ്ലം സോൾവിംഗ് സ്കിൽ എന്ന് പറഞ്ഞാൽ അവരവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട ഒരുപാട് ചലഞ്ചസും പ്രോബ്ലംസും ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ആ സമയത്ത് എന്തൊരു പ്രോബ്ലം വന്നാലും അല്ലെങ്കിൽ എന്തൊരു ചലഞ്ച് വന്നാലും അത് എന്താണെന്ന് യുക്തിപരമായിട്ട് ചിന്തിക്കാനും ആ ഒരു സിറ്റുവേഷനെ വിലയിരുത്താനും അതിനനുസരിച്ച് അനുയോജ്യമായിട്ടുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്തി നൽകാനും ആർക്ക് കഴിയണം? ഈ നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകൾക്ക് കഴിവുണ്ടായിരിക്കണം. അതിലൂടെ ആ ഒരു നല്ലൊരു സൊല്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പ്രവർത്തനങ്ങൾ വളരെ സുഗമമായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു വാല്യുബിൾ ആയിട്ടുള്ള സ്കില്ല് കൂടിയാണ് പ്രോബ്ലം സോൾവിംഗ് സ്കിൽ എന്ന് പറയുന്നത്. അടുത്ത സ്കില്ലാണ് കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് എത്തിക്സ്. The non-clinical staff often have an entry to sensitive patient information. Okay. നോൺ ക്ലിനിക്കൽ സ്റ്റാഫിന് എന്തിനോട്ടുള്ള ഒരു പ്രവേശനമുണ്ടെന്നാ പറയുന്നത്. ഓഫൺ ഹാവ് ആൻ എൻട്രി ടു സെൻസിറ്റീവ് ആയിട്ടുള്ള പേഷ്യന്റ് ഇൻഫർമേഷൻസ്. ഇപ്പൊ നമ്മുടെ മെഡിക്കൽ റെക്കോർഡുകൾ പോലെയുള്ള കാര്യങ്ങളുമായിട്ട് പ്രവേശനമുള്ള അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കൈകാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തി ആളുകൾ കൂടിയാണ് നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു സ്കില്ലാണ് confidentiality and ethics skill എന്ന് പറയുന്നത്. It is necessary for them to understand and stick to confidentiality and ethical standards, keeping patient privacy and protecting confidential data. എപ്പോഴും അവരുടെ അതായത് വരുന്ന ഓരോ പേഷ്യൻസിന്റെയും ഡേറ്റാസ് എന്ന് പറയുന്നത് അവരുടെ പ്രൈവസി, അവരുടെ സ്വകാര്യതയും അവരുടേതായിട്ടുള്ള ഡേറ്റാസും ഒക്കെ വളരെ കോൺഫിഡൻഷ്യൽ ആണ്, രഹസ്യ സ്വഭാവമുള്ളതാണെന്ന് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് ആ ഒരു രഹസ്യ സ്വഭാവം കീപ്പ് ചെയ്തുകൊണ്ട് ആ ഒരു എത്തിക്കൽ ധാർമ്മികപരമായിട്ടുള്ള ആ ഒരു സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ആ ഒരു നിലവാരം കീപ്പ് ചെയ്തുകൊണ്ടായിരിക്കണം ഇവരെപ്പോഴും പ്രവർത്തിക്കേണ്ടത്. അതാണ് കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് എത്തിക്സ് സ്കില്ലിൽ പറയുന്നത്. ഒരു നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകൾക്ക് ഇങ്ങനെയുള്ള അവരുടെ പേഷ്യൻസിന്റെ ഇൻഫർമേഷനിലേക്ക് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള പേഷ്യന്റ് ഇൻഫർമേഷനിലേക്ക് എപ്പോഴും പ്രവേശനമുള്ള ആളുകളാണ്. കാരണം ഇവരാണ് ആ മെഡിക്കൽ റെക്കോർഡ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്, മെയിൻറ്റെയിൻ ചെയ്യുന്നതും അത് അപ് ടു ഡേറ്റ് ആയിട്ട് കീപ്പ് ചെയ്യുന്ന ആളുകൾ. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെപ്പോഴും സൂക്ഷിക്കേണ്ട കാര്യം ഓരോ വരുന്ന പേഷ്യൻസിന്റെയും അവരുടെ ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ഡേറ്റ എന്ന് പറയുന്നത് അവരുടെ പ്രൈവസി, അവരുടേതായിട്ടുള്ള സ്വകാര്യതയും ആ ഒരു രഹസ്യ സ്വഭാവവും ഒക്കെ അവിടെ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അതിനെക്കുറിച്ച് കൃത്യമായ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് അല്ലെങ്കിൽ ധാരണ ഈ പറയുന്ന ഒരു നോൺ ക്ലിനിക്കൽ സ്റ്റാഫിന് വേണം. അതിലൂടെ അവര് ആ ഒരു രഹസ്യ സ്വഭാവമായിക്കോട്ടെ ആ ഒരു എത്തിക്കൽ സ്റ്റാൻഡേർഡ്, ആ ഒരു ധാർമ്മികപരമായിട്ടുള്ള നിലവാരവും നല്ല രീതിയിൽ കീപ്പ് ചെയ്തുകൊണ്ടായിരിക്കണം പ്രവർത്തിക്കേണ്ടത്. വേഗം ഒന്ന് വായിച്ചു. പ്രോബ്ലം സോൾവിംഗ് സ്കില്ല്, കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് എത്തിക്സ് സ്കില്ല്.
വായിച്ചു കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യണേ. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് പോവാലോ. നെക്സ്റ്റ് 7th സ്കിൽ ആണ് ടീം വർക്ക് ആൻഡ് കൊളാബറേഷൻ. Hospitals are interdisciplinary settings that need collaboration among various department and staff members. ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് നമുക്കറിയാം ഒന്നിലധികം ഡിപ്പാർട്ട്മെന്റുകളുള്ള ഒരു സ്ഥാപനമാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടുത്തെ ഓരോ ഡിപ്പാർട്ട്മെന്റുകളും അവിടുത്തെ സ്റ്റാഫ് മെമ്പേഴ്സും എല്ലാവരുടെയും ഇടയിൽ എന്ത് ചെയ്യണം, ഒരു കൊളാബറേഷൻ അല്ലെങ്കിൽ നല്ലൊരു സഹകരണം ഉണ്ടായിരിക്കണം. സോ നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് ഷുഡ് ബി ഏബിൾ ടു വർക്ക് ഇൻ എ എഫക്റ്റീവ് മാനർ as part of a team and communicate and coordinate with colleagues and donate a positive work environment. But ഇങ്ങനെ ഒരു ഇന്റർഡിസിപ്ലിനറി ഒന്നിലധികം ഡിപ്പാർട്ട്മെന്റുകളോട് കൂടി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാകുമ്പോൾ അവിടെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകൾക്കിടയിലും അവിടുത്തെ സ്റ്റാഫ് മെമ്പേഴ്സിനിടയിലും നല്ലൊരു സഹകരണ മനോഭാവം ഉണ്ടായിരിക്കണം. എസ്പെഷ്യലി ഈ നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകൾക്കും ഇതേ രീതിയിലുള്ള ഒരു ടീം വർക്ക് ആൻഡ് കൊളാബറേഷൻ മൈൻഡ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഒരു സ്കിൽ ഉണ്ടായിരിക്കണം. അവർ ഈ പറയുന്ന പോലെ ഏതൊരു ടീമിന്റെ കൂടെയും നന്നായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോകാനായിട്ട്, നല്ല രീതിയിൽ ആശയവിനിമയം നടത്താനും അവരോട് നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് അവരുടെ കൊളീഗ്സിനോടായിക്കോട്ടെ മറ്റ് ഡിപ്പാർട്ട്മെന്റിലെ ആളുകളോടായിക്കോട്ടെ നല്ല രീതിയിൽ സഹകരിക്കാനും നല്ല രീതിയിൽ ആശയവിനിമയം നടത്താനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. അതിലൂടെ അവിടെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വർക്ക് എൻവിയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യാൻ അല്ലെങ്കിൽ നൽകാനുമുള്ള ഒരു കഴിവ് ആർക്കുണ്ടായിരിക്കണം, ഒരു നോൺ ക്ലിനിക്കൽ സ്റ്റാഫിനുണ്ടായിരിക്കണം. ടീം വർക്ക് ആൻഡ് കൊളാബറേഷനില് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലെയും എല്ലാ ജീവനക്കാരും അവരുടെ കൊളീഗ്സുമായിട്ടായിക്കോട്ടെ മറ്റ് സ്റ്റാഫുകളുമായിക്കോട്ടെ നല്ല രീതിയിലുള്ള ടീം വർക്കോട് കൂടി പ്രവർത്തിക്കാനും നല്ല രീതിയിൽ സഹകരിച്ചുകൊണ്ട് നല്ല ആശയവിനിമയങ്ങൾ നടത്തിക്കൊണ്ട് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വർക്ക് എൻവിയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യാനും ഈ ഒരു നോൺ ക്ലിനിക്കൽ സ്റ്റാഫിന് കഴിവുണ്ടായിരിക്കണം. ദെൻ 8th വണ്ണിൽ പറയുന്നത് അഡാപ്റ്റബിലിറ്റി ആണ്. The healthcare industry is continually evolving and non-clinical staff should be adjustable to changes in procedures, policies and technology. ഒരു അഡാപ്റ്റബിലിറ്റി എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെയും പറഞ്ഞ പോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് മാറ്റങ്ങൾ അല്ലെങ്കിൽ പരിണാമങ്ങൾ സംഭവിക്കുന്ന ഒരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഈ നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകൾക്ക് എപ്പോഴും എന്തിനോടും അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരു പൊരുത്തപ്പെടാനായിട്ടുള്ള ഒരു മനസ്സുണ്ടായിരിക്കണം. ടു ചേഞ്ചസ് ഇൻ സ്പെസിഫിക് പ്രൊസീജിയറിൽ കാണുന്ന പ്രൊസീജിയർ ആയിരിക്കില്ല, ചിലപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിൽ മാറ്റങ്ങൾ വന്നേക്കാം. ആ ഒരു സ്വാഭാവികമായിട്ടും ആ ഹോസ്പിറ്റലിന്റെ സ്ട്രാറ്റജിയിലെ വ്യത്യാസങ്ങൾ അനുസരിച്ച് തന്നെ ഈ പറയുന്ന പ്രൊസീജിയറുകൾ മാറ്റം വരാം, പോളിസികളിൽ മാറ്റം വരാം, അവിടുത്തെ ടെക്നോളജികളിൽ മാറ്റം വരാം. അപ്പൊ അങ്ങനെയുള്ള എല്ലാ മാറ്റങ്ങളെയും അക്സെപ്റ്റ് ചെയ്യാനും അതിനോട് അഡ്ജസ്റ്റ് ചെയ്യാനുമായിട്ടുള്ള ഒരു കഴിവ് ഈ പറയുന്ന നോൺ ക്ലിനിക്കൽ സ്റ്റാഫിന് ഉണ്ടായിരിക്കണം. സോ ദേ ഷുഡ് ബി ഓപ്പൺ ടു ലേണിംഗ് ന്യൂ സ്കിൽസ് ആൻഡ് അപ്രോച്ചസ് ടു റിമൈൻ അപ്ഡേറ്റഡ് ഇൻ ദിയർ റോൾ. അതുപോലെ തന്നെ പുതിയ പുതിയ സ്കില്ലുകൾ പഠിക്കാനായിട്ടുള്ള ഒരു കഴിവ്, അതിനുള്ള ഒരു ആഗ്രഹം ഇവർക്ക് ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട് ഓരോ കാര്യങ്ങളും അപ് ടു ഡേറ്റ് ആയിട്ട് നിലനിർത്താനായിട്ടുള്ള ഒരു സമീപനം മുന്നിൽ കാഴ്ചവെക്കണം. ഒരു അഡാപ്റ്റബിലിറ്റിയിൽ പറയുന്ന അല്ലെങ്കിൽ അഡാപ്റ്റബിലിറ്റി സ്കിൽ എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ്ലി ഇവോൾവിംഗ് അല്ലെങ്കിൽ സ്ഥിരമായിട്ട് നിരന്തരമായ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇടമാണ്. അതുകൊണ്ട് തന്നെ ഒരു നോൺ ക്ലിനിക്കൽ സ്റ്റാഫിന് അവിടെ വരുന്ന പോളിസികളിൽ എന്തെങ്കിലും വ്യത്യാസം വന്നാലോ പ്രൊസീജിയറിൽ വരുന്ന മാറ്റങ്ങളായിക്കോട്ടെ ടെക്നോളജിയിൽ വരുന്ന മാറ്റങ്ങളായിക്കോട്ടെ അതെല്ലാം മനസ്സിലാക്കാനും അതിനോട് അഡ്ജസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പൊരുത്തപ്പെടാനുള്ള ഒരു കഴിവ് വേണം. അതുപോലെ തന്നെ പുതിയ പുതിയ സ്കില്ലുകൾ പഠിക്കാനും അതുപോലെ അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും അപ് ടു ഡേറ്റ് ആയിട്ട് നിലനിർത്താനുള്ള ഒരു സമീപനം ആര് കാഴ്ചവെക്കണം, ഒരു നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് കാഴ്ചവെക്കണം. വായിച്ചു നോക്കിയാൽ രണ്ടെണ്ണം, ടീം വർക്ക് ആൻഡ് കൊളാബറേഷനും അഡാപ്റ്റബിലിറ്റി.
ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ലാസ്റ്റ് 2 സ്കില്ലാണ്, മൊത്തം 31 കേട്ടോ. 1 എംപതി. റിവിഷൻ നമുക്ക് സമയം കിട്ടുകയാണെങ്കിൽ ചെയ്യാം കേട്ടോ. പിന്നെ ഓൾറെഡി ഒരു ചാപ്റ്റർ കൂടി സ്റ്റാർട്ട് ചെയ്യാനില്ലേ, മെഡിക്കൽ എക്യുപ്മെന്റ് അല്ലേ സ്റ്റാർട്ട് ചെയ്യാനുള്ളത്. മിസ് ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. അപ്പൊ അതിനെ കുറിച്ച് നമുക്ക് ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ട് ആ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മിസ് പറഞ്ഞു തരാം കേട്ടോ. റിവിഷൻ അതിന്റെ പോർഷൻസ് കഴിഞ്ഞ് നമുക്ക് സമയം ഉണ്ടെങ്കിൽ റിവിഷൻസ് ഉണ്ടാവും കേട്ടോ. ഒട്ടും പറയാൻ പറ്റില്ല, പോർഷൻസ് കംപ്ലീറ്റ് ആവുന്നതിനനുസരിച്ചായിരിക്കും ചെയ്യാം. ഓക്കെ, അപ്പൊ എംപതി ആൻഡ് കമ്പാഷൻ എന്ന് പറയുന്ന സ്കിൽ എന്താണ്? ശരിക്കും ഒരു സഹാനുഭൂതിയോട് കൂടി അവിടെ വരുന്ന പേഷ്യൻസ് ആയിക്കോട്ടെ, അവരുടെ ഫാമിലി മെമ്പേഴ്സിനോടായിക്കോട്ടെ, നല്ല രീതിയിൽ ഒരു എംപതിയോട്, സഹാനുഭൂതിയോട് കൂടിയും ഒരു അനുകമ്പ അല്ലെങ്കിൽ ഒരു ദയോട് കൂടിയൊക്കെ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഓൾസോ എ നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് may not give direct medical care, they often interact with patients who may be in difficulty or facing challenging situation. ഒരിക്കലും ഈ ഒരു നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് നേരിട്ട് ഒരു മെഡിക്കൽ കെയർ അല്ലെങ്കിൽ ഒരു വൈദ്യ പരിചരണത്തിൽ ഉൾപ്പെടുന്നില്ല. അല്ലെ, ഇപ്പൊ ഒരു ഡോക്ടറിനെയോ നഴ്സിനെ പോലെയോ നേരിട്ട് അവർ ആ ഒരു പരിചരണത്തിൽ ഉൾപ്പെടുന്നില്ല. മറിച്ച് ഇവര് പേഷ്യൻസിനോട് ഇന്ററാക്ട് ചെയ്യുന്നത് എപ്പോഴാണ്? ആ പേഷ്യൻസിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യുമ്പോഴോ, അല്ലെങ്കിൽ അവരെന്തെങ്കിലും ചലഞ്ചിങ് സിറ്റുവേഷൻ അവർക്ക് ഫേസ് ചെയ്യേണ്ടി വരുമ്പോഴോ അവരുമായിട്ട് ഇവരാണ് ഇടപെടൽ നടത്തുന്നത്. സോ ഡെമോൺസ്ട്രേറ്റിംഗ് empathy, sympathy and sensitivity towards the patient's requirements and emotions is necessary for providing a supportive environment. അപ്പൊ ഇങ്ങനെ ഒരു ഡിഫിക്കൽട്ടി, ഒരു ബുദ്ധിമുട്ടുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു ചലഞ്ച് ഫേസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പേഷ്യന്റിനോട് ഇടപഴകൽ നടത്തുമ്പോൾ ഒരു നോൺ ക്ലിനിക്കൽ സ്റ്റാഫിന് വേണ്ട ഒരു സ്കില്ലാണ് എംപതി ആൻഡ് കമ്പാഷൻ സ്കിൽ എന്ന് പറയുന്നത്. അവരെങ്ങനെയായിരിക്കണം? വളരെ സഹാനുഭൂതിയോടുകൂടി, വളരെ സിമ്പതിയോടുകൂടി, അല്ലെ, വളരെ അനുതാപത്തോടുകൂടി, അല്ലെങ്കിൽ ഒരു വളരെ അനുകമ്പയോടുകൂടി, അതുപോലെ തന്നെ സെൻസിറ്റിവിറ്റി, വളരെ വൈകാര്യമായിട്ടുള്ള ഒരു വികാര തീവ്രതയോടുകൂടി അവരുടെ ഇമോഷൻസ് എന്താണെന്ന് മനസ്സിലാക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനുമുള്ള ഒരു കഴിവ് ഉണ്ടായിരിക്കണം ഈ പറയുന്ന ഒരു നോൺ ക്ലിനിക്കൽ സ്റ്റാഫിന് ഉണ്ടായിരിക്കണം. അപ്പൊ പേഷ്യൻസിന്റെ ആവശ്യകതകൾ എന്താണെന്ന് മനസ്സിലാക്കുന്നു, അവരുടെ ഇമോഷൻസ് എന്താണെന്ന് മനസ്സിലാക്കുന്നു, അതിനനുസരിച്ച് ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള, അവർക്ക് പിന്തുണ നൽകുന്ന ഒരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു നോൺ ക്ലിനിക്കൽ സ്റ്റാഫിന് ഒരു സ്കില്ല് ഉണ്ടായിരിക്കണം. അതാണ് എംപതി ആൻഡ് കമ്പാഷനിൽ പറയുന്നത്. നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് എന്താണ്? ഒരു എംപതിയോടുകൂടി, സിമ്പതിയോട്, അല്ലെ, സഹാനുഭൂതിയോടുകൂടിയും സഹതാപത്തോടുകൂടിയും നല്ല രീതിയിൽ ഒരു ഇമോഷണൽ പരമായിട്ട് അവരുടെ ഇമോഷൻസ് എന്താണെന്ന് മനസ്സിലാക്കുക, അവരുടെ ആവശ്യകതകൾ എന്താണെന്ന് മനസ്സിലാക്കുക, അതിനനുസരിച്ച് ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ പിന്തുണ നൽകുന്ന ഒരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യാനുള്ള സ്കില്ല് ആർക്കുണ്ടായിരിക്കണം? ഒരു നോൺ ക്ലിനിക്കൽ സ്റ്റാഫിന് ഉണ്ടായിരിക്കണം. ലാസ്റ്റ് സ്കിൽ പറയുന്നത് കൾച്ചറൽ കോമ്പിറ്റൻസ് സ്കില്ലാണ്. അതായത് ഹോസ്പിറ്റൽ സെർവ്സ് ഡൈവേഴ്സ് പേഷ്യന്റ് പോപ്പുലേഷൻ വിത്ത് ഡിഫറെന്റ് കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്. അല്ലെ, ഒരു ഹോസ്പിറ്റലിൽ വരുന്ന എല്ലാ ആളുകളും ഒരേ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരായിരിക്കും? ആണോ? ഡിഫറെന്റ് കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് ആണ്, അല്ലെ. ഇപ്പൊ നമുക്കിടയിലാണെങ്കിലും ഒരുപാട് കൾച്ചറൽ പല 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 സംസ്കാരങ്ങളിൽ ജീവിക്കുന്ന, പല രീതിയിൽ ജീവിക്കുന്ന, പല ആചാരങ്ങളിൽ ജീവിക്കുന്ന ആളുകളുണ്ട്, അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ വരുമ്പോ അവരെ എന്ത് ചെയ്യുക? അവർ ഓരോരുത്തരുടെയും നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് ഷുഡ് പോസസ് cultural competence, understanding and respecting various cultural practices, beliefs and values to give inclusive and patient-centered care. But ഇപ്പൊ ഇങ്ങനെ ഒരു പല രീതിയിൽ, അതായത് പല കൾച്ചറിലുള്ള അല്ലെങ്കിൽ പല കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളുകളാണ് വരുന്നതെങ്കിൽ പോലും ഒരു നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് ചെയ്യേണ്ട കാര്യം അവരുടെ ആ ഒരു കൾച്ചറൽ രീതി, അവരുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട രീതികൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക, അവരുടെ മൂല്യങ്ങള്, അവരുടെ വിശ്വാസങ്ങള് മുതലായ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയുള്ളൊരു പേഷ്യന്റ് സെന്റേർഡ്, രോഗി കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു പരിചരണം നൽകാനും ശ്രമിക്കുക. ഒരു കൾച്ചറൽ കോമ്പിറ്റൻസ് എന്ന് പറഞ്ഞാല് ശരിക്കും പല കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളുകളാണ് ഒരു ഹോസ്പിറ്റലിലേക്ക് എത്തുന്നത്. അപ്പൊ അവർക്ക് എല്ലാവർക്കും അവരുടെ കൾച്ചർ, അല്ലെ, നമുക്ക് എല്ലാവർക്കും നമ്മുടെ വിശ്വാസങ്ങളും നമ്മുടെ സംസ്കാരവും മൂല്യമുള്ളതല്ലേ, വിലയുള്ളതാണ്, അല്ലെ, വാല്യൂ ഉള്ളതാണ്. അപ്പൊ അതെല്ലാം ഒഴിവാക്കിക്കൊണ്ടല്ല, അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് അവരുടെ ആ കൾച്ചറിനെയും ബിലീഫിനെയും വാല്യൂസിനെയും ഒക്കെ മനസ്സിലാക്കി അതിനെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ അവർക്ക് രോഗി കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു പരിചയം അല്ലെങ്കിൽ ഒരു എന്താണ് ഒരു കെയർ, ഒരു പരിചരണമായിക്കോട്ടെ, അല്ലെങ്കിൽ
എക്യുപ്മെന്റ് ആയിക്കോട്ടെ കൊടുക്കാനുള്ള ഒരു അന്തരീക്ഷം പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു കഴിവ് ആർക്കുണ്ടായിരിക്കണം? ഒരു നോൺ ക്ലിനിക്കൽ സ്റ്റാഫിന് ഉണ്ടായിരിക്കണം. അതാണ് കൾച്ചറൽ കോമ്പിറ്റൻസിൽ പറയുന്നത്. ലാസ്റ്റ് ഒരു പോയിന്റിൽ പറയുന്നത് these are just some of the skills that non-clinical staff in hospital should possess to contribute to the efficient functioning of the healthcare facility and provide excellent support to patients and clinical staff. ഇവിടെ പറഞ്ഞിരിക്കുന്ന കുറച്ചധികം സ്കില്ലുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ സ്കില്ലെല്ലാം ഒരു നോൺ ക്ലിനിക്കൽ സ്റ്റാഫിന് ഒരു ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുമ്പോൾ ആ നല്ല രീതിയിൽ അവർ ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുമായി ബന്ധപ്പെട്ട് കാര്യക്ഷമമായിട്ട് അവർക്ക് പ്രവർത്തിക്കാനായിട്ട് സഹായകമാകുന്ന സ്കില്ലുകളാണ്. അതുപോലെ തന്നെ അവിടെ വരുന്ന ക്ലിനിക്കൽ സ്റ്റാഫുകൾക്കും പേഷ്യൻസിനും വളരെ മികച്ച രീതിയിലുള്ള സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലുള്ള സ്കില്ലുകളാണ് ഈ പറഞ്ഞിരിക്കുന്ന ഓരോ സ്കില്ലുകൾ. വേഗം ഒന്ന് വായിച്ചു നോക്കി. എയ്ത്തോ പറയാലോ? എയ്ത്തില് അഡാപ്റ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ ശരിക്കും ഇപ്പൊ നമ്മളൊരു ജോലിയിൽ പ്രവേശിച്ചു, ഒരു ജോലി ചെയ്യുന്നു, ഒരു നോൺ ക്ലിനിക്കൽ സ്റ്റാഫായിട്ട് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരുപാട് വ്യത്യാസങ്ങൾ. ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ജോലിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെല്ലുന്ന സമയത്തുള്ള ടെക്നോളജി ആയിരിക്കില്ല ചിലപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ വരുന്നത് അല്ലെ. പുതിയ പുതിയ അഡ്വാൻസ്ഡ് ടെക്നോളജീസ് ആയിക്കോട്ടെ, ഒരുപാട് കാര്യങ്ങൾ മാറ്റം വരില്ലേ. അപ്പൊ അതിനനുസരിച്ച് അവിടുത്തെ പ്രൊസീജിയറിലും അതുപോലെ തന്നെ പോളിസികളിലും എന്ത് ചെയ്യാറുണ്ട്? വ്യത്യാസങ്ങൾ വരും, ടെക്നോളജിയിൽ വ്യത്യാസങ്ങൾ വരും. അപ്പൊ അങ്ങനെ എന്തൊരു മാറ്റം ആ ഒരു ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് വന്നാലും അതിനോടൊക്കെ പൊരുത്തപ്പെടാനായിട്ട്, അങ്ങനെ അത് പൊരുത്തപ്പെട്ട് അവിടെ ആ ഒരു വർക്ക് നല്ല രീതിയിൽ ചെയ്യാനായിട്ടുള്ള ഒരു മനോഭാവം ആർക്കുണ്ടായിരിക്കണം? ഈ ഒരു നോൺ ക്ലിനിക്കൽ സ്റ്റാഫിന് ഉണ്ടായിരിക്കണം. അപ്പൊ അങ്ങനെ ഒരു ടെക്നോളജി വന്നു അല്ലെങ്കിൽ അതെനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നല്ല വിചാരിക്കട്ടെ, അതിനോട് അഡ്ജസ്റ്റ് ചെയ്യാനും നല്ല രീതിയിൽ അത് മനസ്സിലാക്കി പഠിച്ച് പുതിയ പുതിയ സ്കില്ലുകൾ മനസ്സിലാക്കി പഠിച്ചെടുത്ത് എനിക്കിത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ചെയ്യണം എന്ന രീതിയിലുള്ള ഒരു സമീപനം ആര് കാഴ്ചവെക്കണം എന്ന് പറയുന്നത് ഈ ഒരു നോൺ ക്ലിനിക്കൽ സ്റ്റാഫ്. പുതിയ എന്തൊരു മാറ്റം ടെക്നോളജിയിലായിക്കോട്ടെ, പ്രൊസീജിയറിൽ മാറ്റം വന്നതായിക്കോട്ടെ, സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയറിൽ മാറ്റങ്ങൾ വരാം, പുതിയ പുതിയ എക്യുപ്മെന്റുകൾ വരുമ്പോൾ അല്ലെ, അതുപോലെ പോളിസികളിലെ മാറ്റം വരാം. അതെല്ലാം അക്സെപ്റ്റ് ചെയ്യാനും അത് അഡ്ജസ്റ്റ് ചെയ്യാനുമുള്ള ഒരു കഴിവ് ആർക്കുണ്ടായിരിക്കണം? ഈ ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷനിലെ ഒരു നോൺ ക്ലിനിക്കൽ സ്റ്റാഫിന് ഉണ്ടായിരിക്കും. ക്ലിയർ ആണോ ആൽവിൻ? ഓക്കെ, കംപ്ലീറ്റ് ആയിരുന്നോ? എല്ലാവരും വായിച്ചു കഴിഞ്ഞോ? ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടാ. മിസ് നെക്സ്റ്റ് ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ്, മെഡിക്കൽ എക്യുപ്മെന്റ്സ്. അപ്പൊ ഓൾറെഡി വാഹിദ മാമും മിസ്സും കൂടിയാണ് കേട്ടോ ഈ ഒരു ചാപ്റ്റർ എടുക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഇത് ഷെയർ ചെയ്തെടുക്കുക കേട്ടോ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ മിസ് ആയിരിക്കും. വാഹിദ മാമിന് നെക്സ്റ്റ് ഡേ ക്ലാസ് ഉണ്ടോ? നെക്സ്റ്റ് ഡേ ഉണ്ടോ? ക്ലാസ് ഉണ്ടോ മാമിന്റെ? ക്ലാസ് ഉണ്ടോ നെക്സ്റ്റ് ഡേ ഫ്രൈഡേ? അറിയില്ല, ടൈം ടേബിൾ ഒന്നും ഇല്ലേ കയ്യില്? ഉണ്ട്. ഓക്കെ, ടൈം ടേബിൾ മാമിന്റെ അവരുണ്ടോ എന്നാണ് മിസ് ചോദിച്ചത്. ഉണ്ട് അല്ലെ? ഓക്കെ, അമിന പറയുന്നുണ്ട് ഉണ്ട്.
ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ മിസ് ആയിരിക്കും ഈ ഒരു ഭാഗം എടുത്തു കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഈ എവിടെ വെച്ചാണോ മിസ് സ്റ്റോപ്പ് ചെയ്യുന്നത് അവിടെ നിന്ന് വാഹിദ മാം ആയിരിക്കും നെക്സ്റ്റ് ക്ലാസ്സിൽ മാം കയറുന്നുണ്ടെങ്കിൽ മാം ആയിരിക്കും കണ്ടിന്യൂ ചെയ്യുക കേട്ടോ. അങ്ങനെയാണ് എടുക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ കംപ്ലീറ്റ് ആയില്ലെങ്കിൽ നെക്സ്റ്റ് ഡേ ആരാണോ കയറുന്നത്, ഞങ്ങൾ രണ്ടുപേരിൽ ആരാണോ കയറുന്നത് അവരായിരിക്കും ആ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ ആണല്ലോ. അപ്പൊ അത് കയറാത്തവരുണ്ട്, അതായത് ഇന്ന് ചിലപ്പോൾ ഓൺലൈൻ ആയിട്ട് എല്ലാവരും കയറണം എന്നില്ല, നിങ്ങൾക്ക് ഗ്രൂപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതിലൊന്നും നിങ്ങൾ ഇട്ടേക്കണം കേട്ടോ. കാരണം നോട്ട്സ് ഒക്കെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ക്ലാസ് ഒക്കെ മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇപ്പൊ ഷെയർ ചെയ്തെടുക്കുന്ന ചാപ്റ്റേഴ്സ് ഒക്കെ ആണെങ്കിൽ വേറെ ടീച്ചേഴ്സ് ആണ് ഷെയർ ചെയ്തെടുക്കുന്നത്, ഈ പോർഷൻസ് വരെയാണ് എടുത്തിരിക്കുന്നത്. ഒരാളെങ്കിലും ഒരാളൊന്ന് ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ഒന്ന് ഇടണം കേട്ടോ. അവർക്ക് കൂടി ആ ഒരു നോട്ട്സും കാര്യങ്ങളൊക്കെ മിസ്സാവാതെ കിട്ടുമല്ലോ ക്ലാസ്സുകൾ, അതിനു വേണ്ടിയാണ്. അപ്പൊ നമ്മള് ലാസ്റ്റ് ചാപ്റ്റർ ആണ് നിങ്ങളുടെ. വേറെ എല്ലാ ചാപ്റ്റേഴ്സും ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് റണ്ണിംഗ് അല്ലേ? വേറെ ഏതെങ്കിലും ചാപ്റ്റേഴ്സ് ഉണ്ടോ പെൻഡിങ് ആയിട്ട്? ഓക്കെ, ഓൾറെഡി റണ്ണിങ്ങിലാണ്. ഓക്കെ, ശരി. ഓക്കെ, ഇപ്പൊ മെഡിക്കൽ എക്യുപ്മെന്റ്സ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. മെഡിക്കൽ എക്യുപ്മെന്റ്സ് എന്ന് പറയുന്ന പേരിൽ നിന്ന് തന്നെ അറിയാലോ അല്ലെ. ഹോസ്പിറ്റലിൽ ഒരുപാട് മെഡിക്കൽ എക്യുപ്മെന്റുകൾ യൂസ് ചെയ്യുന്നതാണ് അല്ലെ. അപ്പൊ അതിൽ ഓരോ എക്യുപ്മെന്റുകളും അതിന്റെ കുറച്ച് ഫങ്ഷൻസ് മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. വളരെ സിമ്പിൾ ആയിട്ട് വളരെ ബ്രീഫ് ആയിട്ട് പഠിക്കുന്ന ഒരു ചാപ്റ്റർ ആണ്. ഇതിലുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി, പക്ഷെ ഉള്ളത് വൃത്തിയായിട്ട് പഠിക്കണം. കാരണം ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള ഒരു ചാപ്റ്റർ ആണ്. ടെർമിനോളജി പറഞ്ഞില്ലായിരുന്നോ? ഒരുപാട് ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് വരാം അല്ലെ. അതുപോലെ തന്നെ ഈ മെഡിക്കൽ എക്യുപ്മെന്റുകളിലും ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാം. ഒരുപാട് എക്യുപ്മെന്റ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഏതൊരു എക്യുപ്മെന്റിനെ ബേസ് ചെയ്തും ക്വസ്റ്റ്യൻസ് വരാം. അതുകൊണ്ട് ഇന്നത് ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ അത് ഇമ്പോർട്ടന്റ് അല്ല എന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഏതിൽ നിന്ന് വേണമെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഇടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അപ്പൊ അതില് ഓരോ ചാപ്റ്റർ ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറയുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഓരോ എക്യുപ്മെന്റിനെ കുറിച്ച് വേഗം നമുക്ക് പഠിക്കാം. ഓക്കെ, ഇപ്പോ ഇൻട്രൊഡക്ഷൻ ഇപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വാഗ്ദ മാമും മിസ്സും കൂടിയാണ് കേട്ടോ. അതൊന്ന് പ്രത്യേകം നിങ്ങളൊന്ന് നോട്ട് ചെയ്തിട്ടേക്കണം കേട്ടോ. ആരെങ്കിലും ഒരാൾ ഇനിഷ്യേറ്റീവ് എടുത്തൊന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. ആർക്കെങ്കിലും അല്ലെങ്കിൽ എല്ലാവർക്കും നോട്ട്സ് കിട്ടില്ല കേട്ടോ. അപ്പൊ അതിനനുസരിച്ച് കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഓക്കെ, ശരി. അപ്പൊ നമ്മൾ മെഡിക്കൽ എക്യുപ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാണ്. ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ഭാഗമാണ് പറയുന്നത്. എന്താണ് ഒരു മെഡിക്കൽ എക്യുപ്മെന്റ് അല്ലെങ്കിൽ മെഡിക്കൽ അപ്പാരറ്റസ് എന്ന് പറയുന്നത്? The medical apparatus is used for the definite purpose at diagnosis and treatment of disease or rehabilitation following disease injury. എന്താണ് ഒരു മെഡിക്കൽ എക്യുപ്മെന്റ് അല്ലെങ്കിൽ ഒരു മെഡിക്കൽ അപ്പാരറ്റസ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് അല്ലെ. അപ്പൊ അതല്ലെങ്കിൽ ഒരു രോഗനിർണയത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാവാം, അല്ലെങ്കിൽ ഒരു പേഷ്യന്റിന്റെ രോഗവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ പുനരധിവാസവുമായി ബന്ധപ്പെട്ടോ നമുക്ക് എന്തിനു വേണ്ടി ട്രീറ്റ്മെന്റുകൾക്ക് വേണ്ടിയും ഈ എക്യുപ്മെന്റുകൾ ഉപയോഗിക്കാറുണ്ട് അല്ലെ. ഒരു പ്രത്യേകമായ ഉദ്ദേശത്തിന് വേണ്ടി, ഒന്നില്ലെങ്കിൽ ആ രോഗിയുടെ ഒരു ഇഞ്ചറിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഒരു ഡിസീസുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഒരു റീഹാബിലിറ്റേഷൻ പുനരധിവാസവുമായി ബന്ധപ്പെട്ടോ ട്രീറ്റ്മെന്റുകൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ രോഗനിർണയം നടത്തുന്നതിന് വേണ്ടിയിട്ടോ അങ്ങനെ ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെഡിക്കൽ അപ്പാരറ്റസുകളെ അല്ലെങ്കിൽ മെഡിക്കൽ എക്യുപ്മെന്റുകളാണ് ഈ താഴെ പറയുന്ന ഓരോന്നും. That it can be either used singly or conjointly with any accessory, consumable or other piece of medical apparatus. അപ്പൊ നമുക്ക് ഈ ഒരു മെഡിക്കൽ എക്യുപ്മെന്റുകൾ ഒന്നില്ലെങ്കിൽ സിംഗിൾ ആയിട്ട് ഉപയോഗിക്കാം, ആ ഒരു ഉപകരണം മാത്രമായിട്ട് ഉപയോഗിക്കാം. അല്ല എങ്കിലോ മറ്റെന്തെങ്കിലും കൂടെയും കൺജോയിന്റ്ലി സംയോജിച്ച് ഉപയോഗിക്കാം. ഇപ്പൊ അതിനൊരു എക്സാമ്പിൾ പറയാണ്. ഇപ്പൊ ഒരു തെർമോമീറ്റർ, നമുക്കൊരു തെർമോമീറ്റർ അല്ലെങ്കിൽ സ്റ്റെതസ്കോപ്പ്, അതിന് വേറെ എന്തെങ്കിലും ഒരു എക്സ്ട്രാ ഒരു സപ്പോർട്ട് ചെയ്യാൻ വേറെ എന്തെങ്കിലും കാര്യം വേണം. ഒരു തെർമോമീറ്റർ എങ്ങനെയാണ്? നമുക്കൊരു തെർമോമീറ്റർ അങ്ങനെ തന്നെ സിംഗിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ലേ? അത് ഏതെണ്ണം വേണമെങ്കിലും എക്സാമ്പിൾ ആയിട്ട് എടുക്കാം കേട്ടോ. സിംഗിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ? പറ്റും അല്ലെ. അതേസമയം ഒരു ഓക്സിജൻ മാസ്ക് എങ്ങനെയാ? അത് സിംഗിൾ ആയിട്ട് നമുക്ക് ഉപയോഗിച്ചത് കൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? വെറുതെ മാസ്ക് മുഖത്ത് വെച്ചത് കൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? ഇല്ല അല്ലെ. അതെന്തുമായിട്ട് കണക്ട് ചെയ്താൽ മാത്രമേ പ്രയോജനമുള്ളൂ? ഓക്സിജൻ സിലിണ്ടേഴ്സുമായിട്ട് കണക്ട് ചെയ്താൽ മാത്രമേ പ്രയോജനം ഉണ്ടാവുള്ളൂ അല്ലെ. അപ്പൊ അതുപോലെ നമുക്ക് ഈ ഉപകരണങ്ങൾ ഒന്നില്ലെങ്കിൽ സിംഗിൾ ആയിട്ട് ഉപയോഗിക്കാം, അല്ല എങ്കിൽ മറ്റെന്തിന്റെയും കൂടെ സംയോജിതമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ഒരു മെഡിക്കൽ എക്യുപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി, ഒന്നില്ലെങ്കിൽ ഒരു രോഗനിർണയത്തിന് വേണ്ടിയാവാം അല്ലെങ്കിൽ ട്രീറ്റ്മെന്റുകൾക്ക് വേണ്ടിയാവാം, അങ്ങനെ ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി
വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെഡിക്കൽ അപ്പാരറ്റസുകളെയാണ് മെഡിക്കൽ എക്യുപ്മെന്റുകൾ എന്ന് പറയുന്നത്. നമുക്ക് സിംഗിൾ ആയിട്ടും ഉപയോഗിക്കാം, മറ്റെന്തെങ്കിലും കൂടെ സംയോജിതമായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ക്ലിയർ ആണോ ഇൻട്രൊഡക്ഷൻ? അത്രയും മാത്രം നോക്കിയാൽ മതി കേട്ടോ. 2 കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. ഇനി നമ്മൾ ഓരോരോ ഉപകരണങ്ങളെ കുറിച്ച് പഠിക്കാൻ പോവാണ്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഡീഫൈബ്രിലേറ്റർ. കേട്ടിട്ടുണ്ടോ ഈ ഒരു പേര്? ഫെമിലിയർ അല്ലേ? കുറെ എക്യുപ്മെന്റ് നിങ്ങൾക്ക് പരിചയമുള്ളതായിരിക്കും കേട്ടോ. കുറച്ചെണ്ണമൊക്കെ നിങ്ങൾക്ക് അറിയാത്തതുണ്ടാവുള്ളൂ. കേട്ടിട്ടില്ലേ? എന്താണ് ഒരു ഡീഫൈബ്രിലേറ്റർ ഒക്കെ പ്രത്യേകത? എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നതാണ്? കേട്ടിട്ടില്ല? വേറൊരു ചാപ്റ്ററിൽ നിങ്ങൾ ഇത് പഠിച്ചിട്ടില്ലേ? വേറൊരു ചാപ്റ്ററിൽ പഠിച്ചിട്ടില്ലേ? അതെ, ഹാർട്ട് ബീറ്റ് നോർമൽ ആക്കാൻ വേണ്ടിയിട്ട് അല്ലെ? പഠിച്ചിട്ടുണ്ടല്ലോ മറ്റു ചാപ്റ്ററുകളിലൊക്കെ അല്ലെ? ഓക്കെ, ഹാർട്ട് ബീറ്റ് നോർമൽ അങ്ങനെ കേൾക്കാത്തവരുണ്ടെങ്കിൽ ഇപ്പൊ കേട്ടോളൂ കേട്ടോ. അപ്പൊ ഡീഫൈബ്രിലേറ്റർ എന്താണ്? എക്യുപ്മെന്റ് that bring back a normal heartbeat by sending an electric pulse shock to the heart. ഒന്നല്ലേ ചെയ്തു വെച്ചത്? ആ ഒരു പോയിന്റ് ആട്ടോ ചോദിക്കാം. Defibrillators are equipment that bring back a normal heartbeat by sending an electric pulse shock to the heart. ഈ ഒരു ഉപകരണം കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. കണ്ടിട്ടില്ലേ? നിങ്ങൾ ഫിലിംസിലൊക്കെ ആണെങ്കിൽ കണ്ടിട്ടില്ലേ? വീഡിയോസിലൊക്കെ കണ്ടിട്ടില്ലേ ഈ ഒരു ഉപകരണം? കാണാത്തവരുണ്ടെങ്കിൽ അത് നെറ്റിലേക്ക് അടിച്ചു നോക്കി കാണാൻ പറ്റും കേട്ടോ. ഈ ഒരു ഉപകരണം ശരിക്കും നമ്മുടെ ഹാർട്ടിലേക്ക്, അതായത് നമ്മുടെ ഹാർട്ടിലേക്ക് ഒരു ഇലക്ട്രിക് പൾസ് ഷോക്ക് അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് കറണ്ട് കടത്തി കിട്ടുന്നുണ്ട്. നോർമൽ ഹാർട്ട് ബീറ്റിലേക്ക് അതിനെ തിരികെ കൊണ്ടുവരാൻ, ബ്രിങ് ബാക്ക് നോർമൽ ഹാർട്ട് ബീറ്റ്, നോർമൽ ഹാർട്ട് ബീറ്റിലേക്ക് തിരികെ കൊണ്ടുവരാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഉപകരണമാണ് ഡീഫൈബ്രിലേറ്റർ എന്ന് പറയുന്നത്. Various type of defibrillators work in different ways. അപ്പൊ പലതരത്തിലുള്ള defibrillators ഉണ്ട്. അത് പല രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. അതിൽ ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കോമൺലി കാണുന്ന ഒരു ഉപകരണമാണ് ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡീഫൈബ്രിലേറ്റർ. AED ആണ് കേട്ടോ. നിങ്ങളിൽ കറക്റ്റ് ആയിട്ടാണോ കിടക്കുന്നത്? AED ആണ്. ഇതിൽ എഫ് ആണ് എടുക്കുന്നത് കേട്ടോ. AED ആണ് കേട്ടോ. കറക്റ്റ് അല്ലെങ്കിൽ ഒന്ന് കറക്റ്റ് ആക്കിയിട്ടാ ചോദിക്കാറുണ്ട്. AEDയുടെ എക്സ്പാൻഡഡ് ഫോം ചോദിക്കാറുണ്ട്. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ defibrillators which are commonly seen in many public spaces are used to save the lives of people who experience cardiac arrest. ഇത് നമ്മൾ കോമൺ ആയിട്ട് ഒരു കാർഡിയാക് അറസ്റ്റ് വന്ന എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു പീപ്പിളിന് അവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പല പബ്ലിക് പ്ലേസുകളിലും കോമൺലി കാണപ്പെടുന്ന ഒരു ഉപകരണമാണ് ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡീഫൈബ്രിലേറ്റർ. ഇത് പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് മിസ്സിന് വേറൊരു ക്ലാസ്സിൽ ഒരു കുട്ടി പറഞ്ഞിരുന്നു, തിരുവല്ല ബസ് സ്റ്റാൻഡില് ഈ പറയുന്ന AED ഉണ്ടെന്ന്. അപ്പൊ അതൊക്കെ അവർ കണ്ടിട്ടുണ്ടാവും, കോമൺലി കാണുന്നു. അപ്പൊ നമുക്ക് നിങ്ങളും കണ്ടു കാണും, ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാത്തത് കൊണ്ടാവാം കേട്ടോ. അപ്പൊ അങ്ങനെ കോമൺ ആയിട്ടുള്ള പല പബ്ലിക് സ്പേസുകളിലും നമുക്ക് പെട്ടെന്ന് ഒരാൾക്ക് ഒരു കാർഡിയാക് അറസ്റ്റ് വന്നാൽ അവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഉണ്ട് അല്ലെ? ശരിയാണ്, ആ കുട്ടി പറഞ്ഞതാണ് കേട്ടോ. കണ്ടിട്ടില്ല, ആള് പറഞ്ഞതാണ് കേട്ടോ. ക്ലാസ്സിൽ ഇങ്ങനെ അവിടെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്, അവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞാണ് കേട്ടോ. അപ്പൊ അതുപോലെ ഒരു എന്താണ് കാർഡിയാക് അറസ്റ്റ് വന്നു കഴിഞ്ഞാല് പെട്ടെന്ന് അവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പബ്ലിക് സ്പേസുകളിലൊക്കെ കൂടുതലായിട്ട് കാണുന്ന ഒരു ടൈപ്പ് ഓഫ് ഡീഫൈബ്രിലേറ്റർ ആണ് ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡീഫൈബ്രിലേറ്റർ. ഇതിൽ നിന്ന് 2 പോയിന്റ്സ് ആണ് നിങ്ങൾ നോക്കേണ്ടത്. എന്താണ് ഡീഫൈബ്രിലേറ്റർ? ഡീഫൈബ്രിലേറ്റർ എന്ന് പറഞ്ഞാൽ equipment that bring back a normal heartbeat by sending an electric pulse shock to the heart. ഹാർട്ടിലേക്ക് ഒരു ഇലക്ട്രിക് പൾസ് ഷോക്ക് അല്ലെങ്കിൽ ഒരു കറണ്ട് കടത്തി വിട്ടുകൊണ്ട് അവരുടെ നോർമൽ ഹാർട്ട് ബീറ്റിനെ തിരികെ കൊണ്ടുവരാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഡീഫൈബ്രിലേറ്റർ. ഇനി ഏറ്റവും കോമൺ ആയിട്ട് ഒരു പബ്ലിക് സ്പേസുകളിൽ കാണപ്പെടുന്ന ഒരു ഡീഫൈബ്രിലേറ്റർ ആണ് AED അല്ലെങ്കിൽ ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡീഫൈബ്രിലേറ്റർ. അതിന് എക്സ്പാൻഡഡ് ഫോം ആണ് ചോദിച്ചു കണ്ടിരിക്കുന്നത്. 2 അണ്ടർലൈൻ ചെയ്ത് വെച്ചോ? ക്ലിയർ ആണോ ഡീഫൈബ്രിലേറ്റർ? ഓക്കെ. Then second one ആണ് തെർമോമീറ്റർ. കണ്ടിട്ടില്ലേ? തെർമോമീറ്റർ കണ്ടിട്ടുണ്ടോ? ഓക്കെ. ഇപ്പൊ തെർമോമീറ്റർ കുറച്ച് ടൈപ്പ് ആയിട്ടാണ് നമുക്ക് പഠിക്കുന്നത് അല്ലെ? എന്തിനാണ് തെർമോമീറ്റർ യൂസ് ചെയ്യുന്നത്? എന്ത് മെഷർ ചെയ്യാൻ വേണ്ടിയാണ്?
ഫീവർ അല്ലെ, ഫീവറിന് നമ്മൾ എന്താ മെഷർ ചെയ്യുക? ടെമ്പറേച്ചർ അല്ലെ, ടെമ്പറേച്ചർ മെഷർ ചെയ്യാണ് അല്ലെ ഇവിടെ ചെയ്യുന്നത്. അപ്പൊ അതില് ഒരു 4 ടൈപ്പ് തെർമോമീറ്റർ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഡിജിറ്റൽ തെർമോമീറ്റർ, ഇലക്ട്രോണിക് ഇയർ തെർമോമീറ്റർ, ഫോർഹെഡ് തെർമോമീറ്റർ, ഗ്ലാസ് ആൻഡ് മെർക്കുറി തെർമോമീറ്റർ. ഇതില് കുറേയൊക്കെ നിങ്ങൾ കണ്ടു കാണും. ഡിജിറ്റൽ തെർമോമീറ്റർ ഇറ്റ് ഗീവ്സ് ദ ഫാസ്റ്റസ്റ്റ്. അപ്പൊ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് തെർമോമീറ്ററിൽ ഏതൊക്കെയാണ് ഈ തെർമോമീറ്ററിന്റെ ടൈപ്സ് ഏതൊക്കെ, അത് ഏതൊക്കെയാണ്, ഇതിൽ ആ ടൈപ്സിൽ ഏതൊക്കെ ഉൾപ്പെടാം. അപ്പൊ ഡിജിറ്റൽ തെർമോമീറ്റർ ഓപ്ഷൻ ഉണ്ടാവാം. ഈ നാലെണ്ണം ഓപ്ഷനിൽ കാണാം. അപ്പൊ ഓൾ ഓഫ് ദ എബോവ് ആയിരിക്കും, അല്ലെങ്കിൽ ഉൾപ്പെടാത്തത് ഏത് എന്ന രീതിയിൽ ചോദിക്കാം. അത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത്തേത് ഒരു ഡിജിറ്റൽ തെർമോമീറ്റർ എന്താണ്, അല്ലെങ്കിൽ ഒരു ഫോർഹെഡ് തെർമോമീറ്റർ എന്താണ്, അങ്ങനെ ചോദിക്കാം കേട്ടോ. ഒരു ഡിജിറ്റൽ തെർമോമീറ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഗീവ്സ് ദ ഫാസ്റ്റസ്റ്റ് ആൻഡ് മോസ്റ്റ് ആക്യുറേറ്റ് റിസൾട്ട്. കണ്ടിട്ടില്ലേ ഡിജിറ്റൽ തെർമോമീറ്ററുകൾ? നമ്മുടെ മുൻപ് നമ്മൾ യൂസ് ചെയ്യുന്നതല്ലാതെ ഡിജിറ്റൽ ആയിട്ടുള്ള തെർമോമീറ്റേഴ്സ് കണ്ടിട്ടില്ലേ? ഇപ്പൊ കൂടുതലും ഹോസ്പിറ്റലുകളിൽ അതൊക്കെയാണ് യൂസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഡിജിറ്റൽ തെർമോമീറ്റർ എന്താ, വളരെ ഫാസ്റ്റ് ആയിട്ടും ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് പെട്ടെന്ന് കിട്ടാൻ സഹായിക്കുന്ന ഒരു തെർമോമീറ്റർ ആണ് ഡിജിറ്റൽ തെർമോമീറ്റർ എന്ന് പറയുന്നത്. ഇനി ഇലക്ട്രോണിക് ഇയർ തെർമോമീറ്റർ എന്ന് പറയുമ്പോൾ എന്താണ്, ആ പേരിൽ നിന്ന് തന്നെ അറിയാലോ, എവിടത്തെ ടെമ്പറേച്ചർ മെഷർ ചെയ്യാനായിരിക്കും? ഇലക്ട്രോണിക് ഇയർ തെർമോമീറ്റർ. വീട്ടിൽ കുട്ടികളൊക്കെ ഉള്ളവരുടെ ആണെങ്കിൽ ഉണ്ടാവും, അവരുടെ വീടുകളിലൊക്കെ ഉണ്ടാവും. ഉണ്ടോ ആരുടെയെങ്കിലും വീട്ടില്? ഇയറിനുള്ളിലുള്ള അല്ലെ, നമ്മുടെ ഇയറിനുള്ളിലുള്ള ടെമ്പറേച്ചർ വേരിയേഷൻസ് മെഷർ നമ്മുടെ തെർമോമീറ്റർ ഇപ്പൊ കുട്ടികളൊക്കെ ഉള്ളവരുടെ വീടുകളിലൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പൊ നോക്കി, tympanic or ear thermometers measure the temperature inside the ear canal by way of infrared ray technology. ഒരു infrared ray technology ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഇയർ കനാലിനുള്ളിലുള്ള ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു തെർമോമീറ്റർ ആണ് tympanic or ear thermometer. രണ്ട് പേരിലും അറിയപ്പെടുന്നുണ്ട്. tympanic ear thermometer അല്ലെങ്കിൽ tympanic thermometer എന്ന് ചോദിച്ചാലും അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഇയർ തെർമോമീറ്റർ എന്ന് ചോദിച്ചാലും ഒന്ന് തന്നെയാണ്. അത് എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു? ഒരു ഇൻഫ്രാറെഡ് റേ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഇയർ കനാലിനുള്ളിലുള്ള ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു തെർമോമീറ്റർ ആണ് ഇലക്ട്രോണിക് ഇയർ തെർമോമീറ്റർ. തേർഡ് വൺ ആണ് ഫോർഹെഡ് തെർമോമീറ്റർ. ഫോർഹെഡ് തെർമോമീറ്റർ എവിടുത്തെ ടെമ്പറേച്ചർ നോക്കാനായിരിക്കും? നമ്മുടെ ഫോർഹെഡിൽ അല്ലെ, നമ്മുടെ നെറ്റിയിലെ ടെമ്പറേച്ചർ നോക്കാൻ വേണ്ടിയിട്ട് അല്ലെ. ഫോർഹെഡ് തെർമോമീറ്റർ യൂട്ടിലൈസ് ഇൻഫ്രാറെഡ് സെൻസേഴ്സ് ടു മെഷർ ദ ടെമ്പറേച്ചർ. അപ്പൊ നമ്മുടെ ഇൻഫ്രാറെഡ് സെൻസേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഫോർഹെഡിലെ, നമ്മുടെ നെറ്റിയിലെ ടെമ്പറേച്ചർ മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു തെർമോമീറ്റർ ആണ് ഫോർഹെഡ് തെർമോമീറ്റർ എന്ന് പറയുന്നത്. ഫോർഹെഡ് തെർമോമീറ്റർ യൂട്ടിലൈസ് ഇൻഫ്രാറെഡ് സെൻസേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നു. എവിടുത്തെ ടെമ്പറേച്ചർ? ആ ഫോർഹെഡിലെ, നെറ്റിയിലെ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഫോർഹെഡ് തെർമോമീറ്റർ. ഇനി ഗ്ലാസ് ആൻഡ് മെർക്കുറി തെർമോമീറ്റർ. ഇത് നമ്മൾ കോമൺ ആയിട്ട് പണ്ട് മുതലേ കണ്ടുവരുന്നതാണ് അല്ലെ. കണ്ടിട്ടില്ലേ ഗ്ലാസ് ആൻഡ് മെർക്കുറി തെർമോമീറ്റർ? നമ്മൾ മുൻപൊക്കെ കുഞ്ഞായിരിക്കുമ്പോ തുടങ്ങി നമ്മൾ പനി വരുമ്പോ നമ്മുടെ വായിലും നമ്മുടെ ആംസിലും ഒക്കെ ഇട്ട് അണ്ടർ ആമിലൊക്കെ വെക്കുന്നതാണ് അല്ലെ. ഇത് തന്നെയാണ് ഗ്ലാസ് ആൻഡ് മെർക്കുറി തെർമോമീറ്റർ. മെർക്കുറി തെർമോമീറ്റർ gives precise temperature readings and can be used orally, rectally or under the arm. അപ്പൊ നമുക്കൊരു ഗ്ലാസ് ആൻഡ് മെർക്കുറി തെർമോമീറ്ററും വളരെ പ്രിസൈസ് ആണ്, വളരെ കൃത്യതയുള്ള ടെമ്പറേച്ചർ സ്കെയിൽ റീഡിങ്സ് നമുക്ക് എടുക്കാൻ പറ്റും. അത് പ്രധാനമായിട്ടും നമ്മുടെ വായിൽ അല്ലെ, ഓറലി മൗത്തിൽ വെക്കാറുണ്ട് അല്ലെ ടെമ്പറേച്ചർ എടുക്കാൻ വേണ്ടിയിട്ട് ഇല്ലേ. റെക്ടലി മലദ്വാരത്തിലൂടെ വെക്കാറുണ്ട് ടെമ്പറേച്ചർ അറിയാൻ വേണ്ടി. അതുപോലെ തന്നെ അണ്ടർ ദ അല്ലെ, നമ്മുടെ കക്ഷത്തിന് ഇടയിലായിട്ട് വെക്കാറുണ്ട്. അപ്പൊ 3 രീതിയിലാണ് നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുക: ഓറലി, റെക്ടലി ആൻഡ് അണ്ടർ ദ ആം. ഈ 3 രീതിയിലൂടെയും നമുക്ക് ടെമ്പറേച്ചർ റീഡിങ്സ് വളരെ പ്രിസൈസ് ആയിട്ട്, വളരെ കൃത്യതയുള്ള ടെമ്പറേച്ചർ റീഡിംഗ് എടുക്കാൻ സഹായിക്കുന്ന ഒരു തെർമോമീറ്റർ കൂടിയാണ് മെർക്കുറി തെർമോമീറ്റേഴ്സ്. 4 ടൈപ്പ് ഓഫ് തെർമോമീറ്റേഴ്സ് പറഞ്ഞു. ഡിജിറ്റൽ തെർമോമീറ്റർ, ഇലക്ട്രോണിക് ഇയർ തെർമോമീറ്റർ, ഫോർഹെഡ് തെർമോമീറ്റർ, ഗ്ലാസ് ആൻഡ് മെർക്കുറി തെർമോമീറ്റേഴ്സ്. ക്ലിയർ ആണോ? ഓക്കെ. നെക്സ്റ്റ് വരുന്നതാണ് ബ്ലഡ് പ്രഷർ അപ്പാരറ്റസ്.
കണ്ടിട്ടുണ്ടോ? ബ്ലഡ് പ്രഷർ അപ്പാരറ്റസ് കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട്. ഓക്കെ. ബ്ലഡ് പ്രഷർ ഗേജ് ഓർ ബ്ലഡ് പ്രഷർ മോണിറ്റർ ഇതൊക്കെ പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട് കേട്ടോ. ഒന്നില്ലെങ്കിൽ ബ്ലഡ് പ്രഷർ അപ്പാരറ്റസ് എന്ന് പറയാം, അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ ഗേജ് എന്ന് പറയാം, അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ മോണിറ്റർ എന്ന് പറയാം, അല്ലെങ്കിൽ അറിയപ്പെടുന്ന മറ്റൊരു പേര് ഏതാ? സ്പിഗ്മോ മാനോമീറ്റർ. ആ പേര് നമ്മൾ അധികം കേട്ടിട്ടുണ്ടാവില്ല അല്ലെ? സ്പിഗ്മോ മാനോമീറ്റർ കേട്ടിട്ടുണ്ടോ ആ ഒരു പേര്? സ്പിഗ്മോ മാനോമീറ്റർ ആ ഒരു പേരിലാണ് ശരിക്കും ഈ ഒരു അപ്പാരറ്റസിന്റെ പേര് കേട്ടിട്ടുണ്ട്. ആ ഒരു അപ്പാരറ്റസിന്റെ പേര് സ്പിഗ്മോ മാനോമീറ്റർ എന്നാണ്. പക്ഷെ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് ബ്ലഡ് പ്രഷർ അപ്പാരറ്റസ്, അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ ഗേജ്, അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ മോണിറ്റർ എന്നൊക്കെയാണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഈ സാധനം എക്യുപ്മെന്റ് യൂസ് ടു മെഷർ ലോസ് പ്രഷർ, അതായത് നോർമൽ ആയിട്ടുള്ള ആ ഒരു കൺട്രോളിൽ നിൽക്കുന്ന നോർമൽ ബ്ലഡ് പ്രഷറിൽ വ്യത്യാസങ്ങൾ, ആ ഒരു നോർമൽ ബ്ലഡ് പ്രഷറിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുമ്പോൾ അത് കണ്ടെത്താനായിട്ട് സഹായിക്കുന്ന ഒരു ഉപകരണമാണ് ബ്ലഡ് പ്രഷർ അപ്പാരറ്റസ് അല്ലെങ്കിൽ സ്പിഗ്മോ മാനോമീറ്റർ എന്ന് പറയുന്നത്. അല്ലെ, സ്പിഗ്മോ മാനോമീറ്റർ ഇൻക്ലൂഡ്സ് ആർ ഇൻഫ്ലേറ്റബിൾ കഫ്. എന്താണ് ഇതിന് കുറച്ച് ഭാഗങ്ങളില്ലേ? ആ ഭാഗങ്ങളാണ് പറയുന്നത്. ഒരു ഇൻഫ്ലേറ്റബിൾ കഫ് ഉണ്ട്, അതായത് നമുക്ക് ഊതി വീർപ്പിക്കാൻ പറ്റുന്ന ഒരു ഭാഗമില്ലേ? നമ്മുടെ കൈയുടെ ഒക്കെ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത്, റാപ്പ് ചെയ്ത് വെക്കുന്ന ഒരു ഭാഗം, ഒരു പോർഷൻ ഇല്ലേ ഇതിന്? ഉണ്ടോ? പ്രഷറൊക്കെ നോക്കിയാൽ അറിയാൻ പറ്റും ഇല്ലേ? അത് നമ്മൾ എന്ത് ചെയ്യും? അത് ഊതി വീർക്കുന്നത് പോലെ തോന്നാറില്ലേ? ഫീൽ ചെയ്യാറില്ലേ? ഉണ്ടോ? ആ ഒരു ഇൻഫ്ലേറ്റബിൾ കഫ് ഉണ്ട്. അതുപോലെ മെഷറിംഗ് യൂണിറ്റ് ഉണ്ട് അല്ലെ? ആ പിക്ചറിൽ നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു മെഷറിംഗ് യൂണിറ്റ് ഉണ്ട് അല്ലെ? അതില് അല്ലെ പ്രഷർ നോക്കാൻ വേണ്ടി ഒരു മെഷറിംഗ് യൂണിറ്റ് ഉണ്ട്. ആൻഡ് മെക്കാനിസം ഫോർ ഇൻഫ്ലേഷൻ വിച്ച് ക്യാൻ ബി ഹാൻഡിൽഡ് മാനുവലി. നമുക്കത് ഊതി വീർപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കൈ ഉപയോഗിച്ചുകൊണ്ട് തന്നെ മാനുവലി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു മെക്കാനിസം ഉണ്ട് അല്ലെ? ഒരു ബോൾ പോലത്തെ ഒരു ഭാഗമല്ലേ? ഒരു കൈ വെച്ച് നമുക്ക് ഒരു ഹാൻഡുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇൻഫ്ലേറ്റ് ചെയ്യാം, നമുക്ക് മാനുവലി ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു യൂണിറ്റ് കൂടി അതിനോടനുബന്ധിച്ചുണ്ടായിരിക്കും. ഈ 3 ഭാഗങ്ങളാണ് ഈ ഒരു സ്പിഗ്മോ മാനോമീറ്ററിനുള്ളത്. ഒരു ഇൻഫ്ലേറ്റബിൾ കഫ് ഉണ്ട്, അതുപോലെ ഒരു മെഷറിംഗ് യൂണിറ്റ് ഉണ്ട്, അതുപോലെ നമുക്ക് കൈ ഉപയോഗിച്ച് മാനുവലി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന, ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു മെക്കാനിസം കൂടി ഇതോടൊപ്പം ഉണ്ടായിരിക്കും. നമ്മുടെ നോർമൽ ആയിട്ടുള്ള ബ്ലഡ് പ്രഷറിലെ എന്തെങ്കിലും വ്യത്യാസങ്ങൾ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബ്ലഡ് പ്രഷറിനെ മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു അപ്പാരറ്റസ് ആണ് ബ്ലഡ് പ്രഷർ അപ്പാരറ്റസ് എന്ന് പറഞ്ഞാലും സ്പിഗ്മോ മാനോമീറ്റർ എന്ന് പറഞ്ഞാലും ഉണ്ടോ? സ്പിഗ്മോ മാനോമീറ്റർ എന്ന് പറഞ്ഞാൽ എല്ലാം സെയിം തന്നെയാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? ബ്ലഡ് പ്രഷർ അപ്പാരറ്റസ് ഓൾറെഡി എല്ലാം കുറെയൊക്കെ നിങ്ങൾക്ക് പരിചയമുള്ളതായതുകൊണ്ടാണ് മിസ് വേഗം പോകുന്നത്. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കേണ്ട, ഇതിലുള്ളത് മാത്രം പഠിച്ചാൽ മതി. പരിചയമില്ലാത്തവ ഒന്ന് നോട്ട് ചെയ്ത് നിങ്ങളൊന്ന് സ്ട്രെസ് ചെയ്ത് പഠിച്ചാൽ മതി. ബാക്കിയൊക്കെ നിങ്ങൾക്ക് ഓർമ്മ കിട്ടും കേട്ടോ. നെക്സ്റ്റ് വൺ നിങ്ങൾ അധികം പരിചയമില്ലായിരിക്കും, ലാരിംഗോസ്കോപ്പ്. പരിചയമുണ്ടോ? കുറച്ച് ആളുകൾക്ക് മാത്രമേ ചിലപ്പോൾ ഫെമിലിയർ ആയിട്ടുള്ളൂ. ഓക്കെ, എല്ലാവർക്കും ചിലപ്പോൾ അത് പരിചയമുള്ള ഒരു എക്യുപ്മെന്റ് ആയിരിക്കണം എന്നില്ല കേട്ടോ. അപ്പൊ ലാരിംഗോസ്കോപ്പ് നിങ്ങൾ ചാപ്റ്റർ സ്പെൻസിലായിട്ട് പറഞ്ഞു നിങ്ങൾ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടാവും, അല്ലാതെ ചിലപ്പോ കാണാനോ അല്ലെങ്കിൽ കേൾക്കാനോ കാണിച്ചിട്ടുണ്ട് അല്ലെ? ഓക്കെ, ശരി. അപ്പൊ ലാരിംഗോസ്കോപ്പ് എന്താണ്? ലാരിംഗോസ്കോപ്പ് ഈസ് ടു ഒബ്സർവ് ദ ലാരിങ്സ്. ആ പേരിൽ നിന്ന് തന്നെ കണക്ട് ചെയ്ത് പഠിക്കാം കേട്ടോ. ലാരിംഗോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലാരിങ്സിനെ ഒബ്സർവ് ചെയ്യാൻ, നമ്മുടെ ശ്വാസനാളത്തെ ഒബ്സർവ് ചെയ്യാൻ അല്ലെങ്കിൽ നിരീക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ലാരിംഗോസ്കോപ്പ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പാർട്ട് ഓഫ് ദ ത്രോട്ട്. നമ്മുടെ ലാരിങ്സ് എന്ന് പറയുന്നത് നമ്മുടെ തൊണ്ടയുടെ ഭാഗമാണ് അല്ലെ? നമ്മുടെ തൊണ്ടയുടെ തൊട്ട് താഴെ വരുന്ന ഭാഗത്തെയാണ് ലാരിങ്സ് അല്ലെങ്കിൽ ശ്വാസനാളം എന്ന് പറയുന്നത്. അതെ, വോയിസ് സിസ്റ്റം ശരിയാണ് കേട്ടോ. വോയിസ് സിസ്റ്റം അല്ലെങ്കിൽ വോയിസ് ബോക്സ് എന്ന് കൂടി ഇതിനെ അറിയപ്പെടുന്നുണ്ട്. അപ്പൊ ആ ഒരു ശ്വാസനാളത്തെ അല്ലെങ്കിൽ ആ ഒരു വോയിസ് ബോക്സിനെയൊക്കെ നമ്മുടെ കൃത്യമായിട്ട് എന്താണ് അതിനെ ഒബ്സർവ് ചെയ്യാൻ അല്ലെങ്കിൽ നിരീക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണത്തെ വിളിക്കുന്ന പേരാണ് ലാരിംഗോസ്കോപ്പ്. ഇനി ലാരിംഗോസ്കോപ്പി എന്ന് പറയുന്നത് എന്താ? ആ പ്രൊസീജിയറിനെയാണ് വിളിക്കുന്നത് കേട്ടോ. ലാരിംഗോസ്കോപ്പി ഇസ് എ മെഡിക്കൽ അപ്രോച്ച് ദാറ്റ് ഈസ് യൂസ്ഡ് ടു ഗെറ്റ് എ വ്യൂ ഓഫ് ദ ലാരിങ്സ്. ലാരിങ്സിന്റെ ചിത്രം എടുക്കാൻ സഹായിക്കുന്ന ഒരു മെഡിക്കൽ അപ്രോച്ചിനെയാണ് ലാരിംഗോസ്കോപ്പി. ആ ഒരു മെഡിക്കൽ പ്രൊസീജിയർ ആണ് ലാരിംഗോസ്കോപ്പി. അവിടെ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ലാരിംഗോസ്കോപ്പ് എന്ന് പറയുന്നത്.
നമ്മുടെ മൗത്തിലൂടെയാണ് ഇത് കടത്തിവിടുക കേട്ടോ. അപ്പൊ ലാരിംഗോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ ഉപകരണവും ലാരിംഗോസ്കോപ്പി എന്ന് പറഞ്ഞാൽ ഒരു മെഡിക്കൽ പ്രൊസീജിയറിനെയാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ലാരിംഗോസ്കോപ്പ് പേരിൽ നിന്ന് കണക്ട് ചെയ്യണേ. ലാരിംഗോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലാരിങ്സ്, അതായത് ത്രോട്ടിന്റെ ഭാഗമായിട്ടുള്ള ലാരിങ്സിനെ ഒബ്സർവ് ചെയ്യാൻ അല്ലെങ്കിൽ നിരീക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ലാരിംഗോസ്കോപ്പ്. അതുപോലെ തന്നെ ലാരിംഗോസ്കോപ്പി എന്ന് പറഞ്ഞാൽ ആ ഒരു ലാരിങ്സിനെ വ്യൂ ചെയ്യുന്ന അല്ലെങ്കിൽ നിരീക്ഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു മെഡിക്കൽ അപ്രോച്ചിനെ അല്ലെങ്കിൽ ആ ഒരു സമീപനത്തെയാണ് നമ്മുടെ ലാരിംഗോസ്കോപ്പി പ്രൊസീജിയർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, അടുത്തതാണ് ഓക്സിജൻ മാസ്ക്. അതറിയാലോ അല്ലേ? ഓക്സിജൻ മാസ്ക് കണ്ടിട്ടുണ്ട് അല്ലെ? അപ്പൊ ഓക്സിജൻ മാസ്ക് നോക്കിയേ, an oxygen mask offers a method to carry breathing oxygen gas from a storage tank to the lungs. അപ്പൊ ഈ ഒരു ഓക്സിജൻ മാസ്ക് എന്തിനാ സഹായിക്കുന്നത്? ഒരു സ്റ്റോറേജ് ടാങ്ക് ഉണ്ടാവും അല്ലെ? ഓക്സിജൻ ഗ്യാസ് സ്റ്റോർ ചെയ്യുന്ന ഒരു ടാങ്ക് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഓക്സിജൻ സിലിണ്ടർ ഉണ്ടാവും. അതിൽ നിന്നും നമുക്ക് ശ്വസിക്കാൻ ആവശ്യമായിട്ടുള്ള ഓക്സിജനെ ക്യാരി ചെയ്ത് ലങ്സിലേക്ക് കൊടുക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഉപകരണമാണ് ഓക്സിജൻ മാസ്ക് എന്ന് പറയുന്നത്. ഇതിന്റെ സഹായത്തോടു കൂടി നമുക്ക് ലങ്സിലേക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ, ബ്രീത്തിങ് ഓക്സിജൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്യാരി ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. Then oxygen mask may wrap only the nose and mouth or the whole face. അപ്പൊ രണ്ട് രീതിയിലുള്ള ഒരു ഓക്സിജൻ മാസ്കുകളുണ്ട്. ഒന്നാമത്തത് നമ്മൾ സാധാരണ കോമൺ ആയിട്ട് പിക്ചറിൽ കാണിച്ചിരിക്കുന്ന പോലെ നമ്മുടെ നോസിനെയും മൗത്തിനെയും മാത്രം കവർ ചെയ്യുന്ന രീതിയിലുള്ളതുണ്ട്. അതല്ലെങ്കിൽ ഹോൾ ഫേസിനെ കവർ ചെയ്യുന്ന രീതിയിലുള്ള ഓക്സിജൻ മാസ്കുകളുണ്ട്. അത് രണ്ട് രീതിയിലുള്ളത് ഏത് വേണമെങ്കിലും നമുക്ക് ആ പേഷ്യന്റിന്റെ കണ്ടീഷൻ അനുസരിച്ച് യൂസ് ചെയ്യാവുന്നതാണ്. And they may be made of plastic, silicone or rubber. ഈ ഒരു ഓക്സിജൻ മാസ്ക് പല മെറ്റീരിയൽസ് ഉപയോഗിച്ച് ഉണ്ടാക്കാവുന്നതാണ്. പ്ലാസ്റ്റിക് ഉപയോഗിച്ചുള്ള ഓക്സിജൻ മാസ്കുകളുണ്ട്, അതുപോലെ സിലിക്കൺ ഉപയോഗിച്ച് നിർമ്മിച്ചവയുണ്ടാവാം, റബ്ബർ ഉപയോഗിച്ചും നിർമ്മിക്കാവുന്നതാണ്. ഒരു ഓക്സിജൻ മാസ്കുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നത്? offers a method to carry breathing oxygen gas from a storage tank to the lungs. ഒരു ഓക്സിജൻ മാസ്കിന്റെ സഹായത്തോടു കൂടി നമുക്ക് ലങ്സിലേക്ക് അത് സ്റ്റോറേജ് ടാങ്കിൽ ഓക്സിജൻ സ്റ്റോർ ചെയ്തിട്ടുള്ള ആ ഒരു സിലിണ്ടറിലെ ടാങ്കിൽ നിന്നും ബ്രീത്തിങ് ഓക്സിജൻ ക്യാരി ചെയ്ത് ലങ്സിലേക്ക് നമുക്ക് കൊടുക്കാനായിട്ട് സഹായിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് ഓക്സിജൻ മാസ്ക് ഒന്നില്ലെങ്കിൽ നമ്മുടെ മൗത്തിനെയും നോസിനെയും മാത്രം കവർ ചെയ്യുന്ന രീതിയിലുള്ളവയുണ്ട്, അല്ലെങ്കിൽ ഫേസിനെ മൊത്തത്തിൽ ഹോളായിട്ട് കവർ ചെയ്യുന്നവയുണ്ട്. അങ്ങനെ ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ പ്ലാസ്റ്റിക്കോ സിലിക്കണോ റബ്ബറോ ഉപയോഗിച്ചാണ് ഓക്സിജൻ മാസ്കുകൾ നിർമ്മിക്കുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ഇലക്ട്രോ കാർഡിയോഗ്രാഫ്, ECG. ഇതും പരിചയമുള്ളതല്ലേ അല്ലെ? ECG, ഇലക്ട്രോ കാർഡിയോഗ്രാഫ്. അപ്പൊ ECGയുടെ എക്സ്പാൻഡഡ് ഫോം ചോദിക്കാറുണ്ട് കേട്ടോ. ECGയുടെ അങ്ങനെയുള്ള എക്സ്പാൻഡഡ് ഫോമുകൾ നോക്കണേ, അതും ചോദിക്കും കേട്ടോ. അത് നമ്മൾ ചെയ്ത് വെച്ച് അത് ഹെഡിക്കാന്ന് വിചാരിച്ച് നോട്ട് ചെയ്യാതിരിക്കുന്നത് കേട്ടോ. ഇലക്ട്രോ കാർഡിയോഗ്രാഫ് ഇത് ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്നതാണ്, അതുകൊണ്ടാണ് പിന്നെയും റിപ്പീറ്റ് ചെയ്ത് പറയാതെ. Electrocardiograph is the process of recording the electrical function of the heart over a period of time using electrodes which are put on the skin. ഇവിടെ ഒരു ഇലക്ട്രോ കാർഡിയോഗ്രാഫ് അല്ലെങ്കിൽ ECGയിലെ പ്രോസസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? റെക്കോർഡിംഗ് ദ ഇലക്ട്രിക്കൽ ഫംഗ്ഷൻ ഓഫ് ദ ഹാർട്ടില്, ഹാർട്ടിന്റെ ഇലക്ട്രിക് പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യാണ്. അതെങ്ങനെയാണ്? ഓവർ എ പീരീഡ് ഓഫ് ടൈം, ഒരു നിശ്ചിത സമയത്തിനുള്ളിലുള്ള പ്രവർത്തനങ്ങളല്ലേ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് അല്ലെ? ഒരു ടൈം ഉണ്ടാവും, ഫിക്സഡ് ടൈമില് ഒരു നിശ്ചിത സമയപരിധിക്കുള്ളില് ആ ഹാർട്ടിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് അതവിടെ റെക്കോർഡ് ചെയ്യാണ് ചെയ്യുന്നത്. എന്താണ്? യൂസിങ് ഇലക്ട്രോഡ്സ്. നമ്മുടെ ചെസ്റ്റിന്റെ ഭാഗത്ത് ഇലക്ട്രോഡ്സ് പ്ലേസ് ചെയ്ത് സ്റ്റിക്ക് ചെയ്ത് വെക്കാറില്ലേ? കണ്ടിട്ടുണ്ടോ? വയറുകൾ ഘടിപ്പിക്കാറില്ലേ? അതിന്റെ അറ്റത്ത് നിന്നുണ്ടാവുന്ന പോയിന്റ് പോലെ ഇലക്ട്രോഡ്സ് ആണ് ഉണ്ടാവുക. ആ ഇലക്ട്രോഡ്സ് നമ്മുടെ ചെസ്റ്റിൽ അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നില് പ്ലേസ് ചെയ്തിട്ട് ആ ഇലക്ട്രോഡ്സിന്റെ സഹായത്തോടു കൂടിയാണ് ആ ഒരു സമയപരിധിക്കുള്ളിലുള്ള ഹാർട്ടിന്റെ പ്രവർത്തനങ്ങൾ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. അതിനുവേണ്ടി സഹായിക്കുന്ന ഒരു പ്രോസസ് ആണ് ഇലക്ട്രോ കാർഡിയോഗ്രാഫ് അല്ലെങ്കിൽ ECG മെത്തേഡ് എന്ന് പറയുന്നത്. ECG അല്ലെങ്കിൽ ആ ഒരു ഇലക്ട്രോ കാർഡിയോഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഇസ് ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ദ ഇലക്ട്രിക് ഫംഗ്ഷൻ ഓഫ് ദ ഹാർട്ട് ഓവർ എ പീരീഡ് ഓഫ് ടൈം using electrodes which are put on the skin. നമ്മുടെ സ്കിന്നില്
വെച്ച് ഘടിപ്പിച്ചിട്ടുള്ള ഇലക്ട്രോഡ്സ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ഓവർ എ പീരീഡ് ഓഫ് ടൈം, ഒരു നിശ്ചിത കാലയളവിനുള്ളിലുള്ള ഹാർട്ടിന്റെ ഇലക്ട്രിക് ഫങ്ഷൻസ് അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ECG മെഷീൻ. ക്ലിയർ ആണോ? ഓക്കെ, ഇത്രയും വരെ വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. 6 എക്യുപ്മെന്റുകൾ എടുത്തിട്ടുണ്ട്, വേഗം ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. എന്നിട്ട് ഇത് റിപ്ലൈ ചെയ്യണേ. ഓക്കെ, ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി എടുക്കാം കേട്ടോ. ഓൾറെഡി നിങ്ങൾ 2 ക്ലാസ് കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുകയല്ലേ. ഓക്കെ, മതി. നമ്മൾ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഇതൊന്ന് വായിച്ചിട്ട് വരാം. നെക്സ്റ്റ് ഏത് മിസ് ആണെങ്കിൽ മിസ് ആയിരിക്കും കണ്ടിന്യൂ ചെയ്യാം, വനിത മാം ആണെങ്കിൽ വനിത മാം ആയിരിക്കും കേട്ടോ ബാക്കി കണ്ടിന്യൂ ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.